ഹായ് എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ റിവിഷൻ സീരീസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളെ മാത്സിലെ ഈ 4 ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സിംപ്ലിഫിക്കേഷൻ, എൽസിഎം, HCF, പിന്നെ കാലണ്ടറും ക്ലോക്കും. അപ്പോൾ ഈ കാലണ്ടറും ക്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില സിലബസിൽ റീസണിങ്ങിലാവാം, ചിലതിൽ മാത്സ് ആവാം. അപ്പോൾ ഏതിൽ വന്നാലും നമ്മൾ പഠിച്ചല്ലേ പറ്റൂ. അപ്പോൾ നമുക്ക് ഇന്ന് മാത്സിൽ ഇത് പഠിക്കാം. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് സിംപ്ലിഫിക്കേഷൻ. അപ്പോൾ ഈ സിംപ്ലിഫിക്കേഷനിൽ നമ്മൾ ആദ്യം ബോർഡ് മാസ് എന്താണെന്ന് അറിയണം. ബോർഡ് മാസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പല ക്വസ്റ്റ്യൻസും നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ബോർഡ് മാസ് എന്തൊക്കെയാണ്? ബോർഡ് മാസ് ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ, ഈ കാര്യങ്ങളാണ് ബോർഡ് മാസ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയും പറയാം, വി ബോർഡ് മാസ് എന്നും പറയും, വിങ്കുലം, വി ബോർഡ് മാസ് എന്നും പറയാം. അതായത് വിങ്കുലം എന്ന് പറഞ്ഞാൽ ഒരു ബ്രാക്കറ്റ് തന്നെയാണ്. ബ്രാക്കറ്റ് നമുക്ക് 4 തരത്തിലുണ്ട്. ഇതുപോലത്തെ ബ്രാക്കറ്റ് ഉണ്ട്, പിന്നെന്താ സ്മോൾ ബ്രാക്കറ്റ്, അതുപോലെ മിഡിൽ ബ്രാക്കറ്റ്, ബിഗ് ബ്രാക്കറ്റ്, പിന്നെ വിങ്കുലമുണ്ട്. ഈ 4 ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ബ്രാക്കറ്റ് ആക്കി ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലൊരു ക്വസ്റ്റ്യൻ വന്നാൽ, നമുക്ക് ഇതുപോലൊരു ക്വസ്റ്റ്യൻ വന്നാൽ, അപ്പോൾ ഇതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ, ബ്രാക്കറ്റ് ഉണ്ട്, വിങ്കുലം ഉണ്ട്, ഡിവിഷൻ, അഡിഷൻ എല്ലാം ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ആണ്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. നമുക്ക് ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്രാക്കറ്റ് ആണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ബ്രാക്കറ്റ് വന്നാലും ഫസ്റ്റ് വിങ്കുലം ഒരു ബ്രാക്കറ്റ് ആണ്. അപ്പോൾ വിങ്കുലമാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. സോ നമുക്ക് ആദ്യം ഇത് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ എന്താ, 7 × 4 28 എന്ന് കിട്ടും. പിന്നെ ബാക്കി അതേപോലെ എഴുതാം, 112/28. അപ്പോൾ 112/28 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇത് ഇത്രയും ചെയ്താൽ നമുക്ക് 4 ആണെന്ന് കിട്ടും. 112/28 ചെയ്താൽ നമുക്ക് 4 കിട്ടും. സോ ഇത്രയും ടൈം നമ്മൾ ചെയ്തു, 4 ആണെന്ന് കിട്ടി. അത് കഴിഞ്ഞാൽ, അതായത് പിന്നെ നമ്മൾ ബ്രാക്കറ്റ് ആണ് ചെയ്യേണ്ടത്. ആദ്യം വിങ്കുലം ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഈ ബ്രാക്കറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ ആദ്യം ഈ വിങ്കുലം ചെയ്തു. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 28 ആണെന്ന് കിട്ടി. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓരോ ബ്രാക്കറ്റിനെയും നമ്മൾ ചെറുതാക്കി വരാം. സോ ഫസ്റ്റത്തെ ബ്രാക്കറ്റ് ഇതാണ്. ഈ ബ്രാക്കറ്റിനെ ചെറുതാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ചെയ്യണം. സോ ആദ്യം നമ്മൾ ഇത് രണ്ടും ചെയ്തു. 112നെ 28 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത്രയും ടൈം 4 എന്ന് കിട്ടും. ക്ലിയർ? അത് കഴിഞ്ഞിട്ട് 25 4 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 21 ആണെന്ന് കിട്ടും. അപ്പോൾ ഈ ബ്രാക്കറ്റ്, നമ്മൾ ഈ സ്മോൾ ബ്രാക്കറ്റ് കംപ്ലീറ്റ് ആയി നമ്മൾ എലിമിനേറ്റ് ചെയ്തു. എന്തായിട്ട്? 21 ആണെന്ന് കിട്ടി. ഇനി 37 21 മൈനസ് ചെയ്യാം. 37 21 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 16 ആണെന്ന് കിട്ടും. അപ്പോൾ ഇത്രയും ഈ മിഡിൽ ബ്രാക്കറ്റ് നമുക്ക് എന്ത് കിട്ടി? 16 ആണെന്ന് കിട്ടി. ക്ലിയർ? അത്രയും കാര്യങ്ങൾ ചെയ്തു. ഇനി എന്താ ഉള്ളത്? ഈ ബിഗ് ബ്രാക്കറ്റ്. അപ്പോൾ 40 16 മൈനസ് ചെയ്യാം. 40 16 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 24 ആണെന്ന് കിട്ടും. സോ 144/24 എന്ത് കിട്ടും? 144/24 എന്ന് ചെയ്താൽ 6 ആണെന്ന് കിട്ടും. സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ബ്രാക്കറ്റ്, അതായത് ഈ ഓർഡറിൽ, ഏത് ഓർഡറിലാണ് നമ്മൾ അഡീഷനും ഡിവിഷനൊക്കെ ചെയ്യേണ്ടത് എന്ന് പറയുന്നതാണ് നമ്മുടെ ബോർഡ് മാസിൽ പറയുന്നത്. ഓക്കെ, ആ കാര്യം പഠിച്ചു വെക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത്, ഇപ്പോൾ ഒരു നമ്പറിൻ്റെ സ്ക്വയർ. അപ്പോൾ ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആയാലും ഇത്രയും ടേം ആയിരിക്കും അതിൻ്റെ ലാസ്റ്റ് വരിക. അതായത് ഇപ്പോൾ 5ൻ്റെ സ്ക്വയർ ആയാൽ 5 വരും. ഇനി 9ൻ്റെ സ്ക്വയർ ആയാലും 1 വരും. അങ്ങനെ ഏത് നമ്പർ എടുത്താലും അതിൻ്റെ സ്ക്വയറിൻ്റെ ലാസ്റ്റ് ഇത്രയും നമ്പേഴ്സ് ആയിരിക്കും വരിക. ഒരിക്കലും 2, 3, 7, 8 ഈ നമ്പേഴ്സ് സ്ക്വയറിൻ്റെ ലാസ്റ്റ് വരില്ല. ഓക്കെ, അത് പഠിച്ചു വെക്കാം. അടുത്ത നമ്മൾ പഠിക്കുന്നത് ഈ ഒരു റൂൾ നിങ്ങൾ പഠിച്ചു വെക്കാം. അതായത് √x ഇൻറ്റു അങ്ങനെ n വരെ √x. അതായത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എന്താ? √2 ഇങ്ങനെ 4 √2. ഒരു √2-നകത്ത് മറ്റേ √2 ആണ്. അങ്ങനെ 4 എണ്ണം വന്നാൽ, 4 എത്ര n എണ്ണം വന്നാൽ നമുക്ക് എക്സിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? എക്സിന്റെ വാല്യൂ എന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? എക്സിന്റെ വാല്യൂ അല്ല, ഈ ടോട്ടൽ വാല്യൂ എന്നത് നമുക്ക് x⁻²n - 1 /2n ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും? x എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? 2 ആണ്. 2 പിന്നെന്താ? 2n. അപ്പൊ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. -1 /2n 4. 2 എന്താണ്? 2³ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 8 ആണ്. അപ്പൊ 2⁴ എന്ന് പറഞ്ഞാൽ 16 ആണ്. സോ ഇതിന്റെ പവർ എന്ത് കിട്ടും? 2⁻16 - 1 15/16.
നമുക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റുമല്ലോ. നമ്മൾ ഈ റൂട്ട് 2ന്റെ വാല്യൂ ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള വാല്യൂ, ഇപ്പോൾ n വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇനി അതല്ല നമുക്ക് ഇപ്പോൾ 2 എന്താ √2 അങ്ങനെ n വരെ പോകുന്നുണ്ടെങ്കിൽ, സോറി n അല്ല ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ടെങ്കിൽ, n വരെയുള്ള നമ്മൾ പറഞ്ഞു, ഇനി ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെടുക്കാം, എക്സ് ആണെന്ന് എടുക്കാം. അതായത് ഈ ടേം ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു. ഇതിനെ എത്ര, ഇപ്പം 4 എണ്ണമാണ് നമ്മൾ ചെയ്തത്, അത് ഇൻഫിനിറ്റി വരെ പോകുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇൻഫിനിറ്റി വരെ പോയാൽ എന്തായിരിക്കും, ആ എക്സ് തന്നെയായിരിക്കും ആൻസർ. ഇനി അതല്ല ഒരു ഡെഫിനിറ്റ് n വരെ മാത്രമാണെങ്കിൽ നമ്മുടെ ഈ ഇക്വേഷൻ x⁻²n - 1 / 2n. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഈ കാര്യം ഇവിടെ നോക്കിയേ, ഇവിടെ എക്സ് പ്ലസ്, നേരത്തെ ഇൻറ്റു ആയിരുന്നു, ഇവിടെ പ്ലസ് ആണ്. എക്സാമ്പിൾ നോക്കാം നമുക്ക്. √12 + √12 + √12, അതായത് ഇങ്ങനെ പോകുന്നു, അങ്ങനെ ഇൻഫിനിറ്റി വരെ പോകുന്നു. ഓക്കെ, ഇങ്ങനെ ഇൻഫിനിറ്റി വരെ പോയാൽ ഇത് കണ്ടുപിടിക്കൽ കുറേ പണിയായിരിക്കില്ലേ? പക്ഷെ സിമ്പിളാണ്. എങ്ങനെയാന്ന് നോക്കിയാൽ നമുക്ക് ഈ 12ന്റെ ഫാക്ടേഴ്സ്, അതായത് ഒന്ന് ഡിഫറൻസ് വരുന്ന ഫാക്ടേഴ്സ് 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 12 കിട്ടുന്ന ഈ ഏതെങ്കിലും ഒരു 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 12 കിട്ടണം. അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആയിരിക്കണം. അങ്ങനെയുള്ള നമ്പർ നമ്മൾ എടുക്കണം. നമുക്ക് നോക്കിയാൽ 3 × 4 എന്ന് പറയുന്നത് 12 ആണ്. അതുപോലെ 3ന്റെയും 4ന്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. അപ്പൊ അങ്ങനെയുള്ള നമ്പേഴ്സ് നമ്മൾ എടുക്കണം. 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ ഈ നമ്പർ കിട്ടണം. അതുപോലെ ആ 2 നമ്പറിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1 കിട്ടണം. അങ്ങനെയുള്ള നമ്പേഴ്സ് നമ്മൾ എടുക്കുക. എന്നിട്ട് ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇതിലെ വലിയ നമ്പർ ആയിരിക്കും ആൻസർ. ആൻസർ എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. എക്സ് മൈനസ് ഇങ്ങനെ വന്നാൽ എന്തായിരിക്കും, ഇതിലത്തെ ചെറിയ വാല്യൂ ആയിരിക്കും ആൻസർ. അല്ലെങ്കിൽ ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. 30 √30 -√30 -√30, അപ്പൊ ഇങ്ങനെ പോകും. ഓക്കെ, അപ്പൊ ഇങ്ങനെ വന്നാൽ ഞാൻ പറഞ്ഞു 2 വാല്യൂസ് എടുക്കുക, 2 നമ്പേഴ്സ് എടുക്കുക. ആ 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടുത്തെ ഈ 30 കിട്ടണം. അങ്ങനെയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്, 5 × 6 30. അതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1 കിട്ടണം. അപ്പോൾ കിട്ടുന്നുണ്ടല്ലോ, കിട്ടും. അപ്പോൾ അങ്ങനെയായാൽ ഇവിടെ മൈനസ് ആണ് വന്നത്. മൈനസ് വന്നുകൊണ്ട് ഇതിന്റെ ആൻസർ സ്മോളർ വാല്യൂ ആയിരിക്കും. ഇനി ഇവിടെ പ്ലസ് വന്നാലോ, ബിഗ്ഗർ വാല്യൂ ആയിരിക്കും ആൻസർ. ക്ലിയർ? അപ്പോൾ ആ 2 കാര്യങ്ങൾ പഠിച്ചു വെക്കാം. പ്ലസ് വന്നാൽ ബിഗ്ഗർ വാല്യൂ, മൈനസ് വന്നാൽ സ്മോളർ വാല്യൂ. അടുത്തത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ നോക്കുക, p⁻m × p⁻n എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ എഴുതാം. അപ്പോൾ ഈ ഓരോ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കുക. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സിംപ്ലിഫിക്കേഷനിൽ ബേസിക് ആയി പഠിക്കുന്നത്. ബാക്കി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. അടുത്തത് LCM. അപ്പോൾ LCMൽ നമുക്കറിയാം ഒരു 2 നമ്പറിന്റെ LCM അല്ലെങ്കിൽ 3 നമ്പറിന്റെ LCM. എക്സാമ്പിൾ 3, 12, 24. ഈ നമ്പറിന്റെ LCM എന്താണ്? LCM നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതായത് 3, 12, 24. ഇതിന്റെ LCM എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. ആദ്യം എങ്ങനെയാ ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം. ആദ്യം നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 2 കൊണ്ട് ചെയ്യുമ്പോൾ 3നെ 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് അതേപോലെ ഇങ്ങനെ ഇറക്കി എഴുതുക. ഇത് 6 കിട്ടും, ഇത് 12 കിട്ടും. വീണ്ടും നമുക്ക് എത്ര കൊണ്ട് ചെയ്യാം? ഇനി നമുക്ക് 2 കൊണ്ട് ചെയ്യാം. സോ ഇവിടെ 3 കിട്ടും, ഇവിടെ 3 കിട്ടും, ഇവിടെ എത്രയാ 6 കിട്ടും. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, 3 കൊണ്ട് ചെയ്യാം. സോ 1, 1, 2. അപ്പൊ ഇത്രയും വാല്യൂസ് ആണ് നമുക്ക് കിട്ടുക. ഇനി ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 2 4, 4 × 3 12, 12 × 2 എത്രയാ 24. അപ്പൊ ഇതാണ് ഇതിന്റെ LCM. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യാം. ഇതാണ് കിട്ടുക, എന്ത് കിട്ടും, LCM കിട്ടും. അപ്പൊ ഇവിടുത്തെ LCM എന്ന് പറയുന്നത് 24 ആണ്. ഇനി മറ്റൊരു തരത്തിൽ നമുക്ക് LCM കണ്ടുപിടിക്കാം. അതായത് ഇവിടെ നമ്മൾ നോക്കിയാൽ 3 നമ്പേഴ്സിന്റെയാണ് LCM കണ്ടുപിടിക്കേണ്ടത്. 3, 12, 24. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിലെ ഏറ്റവും വലിയ നമ്പറിനെ എടുത്ത് നമ്മൾ മാറ്റി വെക്കുക. 24നെ നമ്മൾ മാറ്റി വെച്ചു. ഇനി ഈ 24 കൊണ്ട് ബാക്കിയുള്ള നമ്പേഴ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാം. അതായത് ഇവിടെ 24 കൊണ്ട് ചെയ്യാം, ഇവിടെയും 24 കൊണ്ട് ചെയ്യാം. 3നെ 24 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. കാരണം എന്താ, 8 കൊണ്ട്, അതായത് 3നെ ഇത് ചെയ്താൽ ഇവിടെ 8 കിട്ടും.
3 കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയി ഡിവൈഡ് ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ എന്താ കംപ്ലീറ്റ് ആയി എലിമിനേറ്റ് ചെയ്യും 1 കിട്ടും. കട്ട് ചെയ്യുമ്പോൾ ഇവിടെ നോക്കിയാലോ, ഇവിടെയും കംപ്ലീറ്റ് ആയി എലിമിനേറ്റ് ചെയ്യും, ഡിനോമിനേറ്ററിൽ 2 കിട്ടും. ക്ലിയർ? അപ്പോൾ രണ്ടിലും ന്യൂമറേറ്ററിൽ 1 ആണ് കിട്ടിയത്. സോ എന്താ ഇവിടെ എന്ത് കിട്ടിയാലും ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇതിന്റെ LCM എടുക്കാം. ഈ രണ്ട് വാല്യൂവിന്റെ LCM എടുക്കുക. ഈ രണ്ട് വാല്യൂവിന്റെ LCM എന്ന് പറയുന്നത് 1 ആണ്. ആ LCM ഇതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ 24 ആൻസർ കിട്ടും. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ചെയ്യാം. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഇതുപോലത്തെ മെത്തേഡ് വെച്ച് നമ്മൾ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നോക്കുക. ഇനി ഇതിന്റെ HCF എന്താണെന്ന് നോക്കണം. ഇതിന്റെ HCF എന്താണ്? അതായത് ഇപ്പൊ നമ്മളെടുത്ത് 3, 12, 24. അപ്പൊ ഇതിന്റെ HCF എന്താണ്? ഇപ്പൊ 3, 12, 24. ഇവിടെ നമ്മൾ എടുക്കേണ്ടത് ഈ 3 നമ്പറിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ കൊണ്ട് നമ്മൾ എടുക്കണം. 3നെയും ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് പറ്റില്ലല്ലോ, പക്ഷെ 3 കൊണ്ട് പറ്റും. സോ ഇവിടെ 1 കിട്ടും, ഇവിടെ എന്ത് കിട്ടും? 3 കൊണ്ട് ചെയ്താൽ 4 കിട്ടും, ഇവിടെ 3 കൊണ്ട് ചെയ്താൽ 8 കിട്ടും. അപ്പൊ ഇത്ര മാത്രമേ ഇനി നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, 3 നമ്പറിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ കൊണ്ട് ചെയ്യണം. സോ എന്താ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 3 ആയിരിക്കും. HCF എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇനി HCF കണ്ടുപിടിക്കാൻ മറ്റൊരു മെത്തേഡ് കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ 3 നമ്പറിൽ ഏറ്റവും ചെറിയ ഡിഫറൻസ് കിട്ടുന്ന 2 നമ്പർ എടുക്കുക. അതായത് 3ന്റെയും 9ന്റെയും ഡിഫറൻസ് എത്രയാണ്? സോറി, 3ന്റെയും 12ന്റെയും ഡിഫറൻസ് 9 ആണ്. ഇവിടെ നമുക്ക് 12 വരും. സോ ഏറ്റവും ചെറിയ ഡിഫറൻസ് വരുന്നത് ഏതാ? 9. 9നെ കൊണ്ട് നമുക്ക് ഈ 3നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 9 കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം. ഏതൊക്കെയാണ്? 3 × 3. ക്ലിയർ? ഇനി ഈ നമ്പർ കൊണ്ട് ഇതിനെ എല്ലാത്തിനെയും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ 3 ആയിരിക്കും ആൻസർ. ക്ലിയർ? അപ്പോൾ HCF എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇവിടെ ചെറിയ നമ്പർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ കുറച്ച് ലെങ്തി ആയി തോന്നാം, പക്ഷെ വലിയ വലിയ നമ്പർ വരുമ്പോൾ നമുക്ക് ഈ മെത്തേഡാണ് എളുപ്പം. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കേണ്ടത് LCM ഓഫ് ഫ്രാക്ഷൻ. ഇപ്പൊ ഒരു ഫ്രാക്ഷൻ എന്താ? 2/3, 2/3, പിന്നെന്താ അതുപോലെ 6/5, 7/8. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നാൽ ഇതിന്റെ LCM കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം ന്യൂമറേറ്ററിന്റെ LCM കാണാം. ഈ ന്യൂമറേറ്റർ 2, 4, 2, 6, 7 ഇതിന്റെ LCM കാണാം. അതുപോലെ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ 3, 5, 8 ഇതിന്റെ HCFും കാണാം. അങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്താ? ഇതിന്റെ LCM കിട്ടും. ഇത്രയും വാല്യൂസിന്റെ LCM കിട്ടും. ഇനി HCF ആണ് കാണേണ്ടതെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ന്യൂമറേറ്ററിൽ ഈ 2, 6, 7ന്റെ HCF കാണാം. ഡിനോമിനേറ്ററിലാണെങ്കിൽ നമ്മൾ ഡിനോമിനേറ്ററിന്റെ LCM കാണാം. ഓക്കെ, ഡിനോമിനേറ്ററിന്റെ LCM കാണാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ 2 ഫ്രാക്ഷന്റെ HCFും LCMും കാണുന്നത്. ഒക്കെ ആ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത നമ്മൾ പഠിക്കാനുള്ളത് കലണ്ടർ ആണ്. അപ്പൊ കലണ്ടർ നോക്കിയാൽ നമുക്ക് 2 തരത്തിലുള്ള കലണ്ടർ ആണുള്ളത്. എന്താണ്? ലീപ്പ് ഇയർ ഉണ്ട്, നോർമൽ ഇയർ ഉണ്ട്. അപ്പൊ രണ്ടിലും എന്താ വ്യത്യാസം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഫെബ്രുവരിയിൽ നോർമൽ ഇയർ ആണെങ്കിൽ 28 ഡേയ്സ് ആണ്. അതല്ല ലീപ്പ് ഇയർ ആണെങ്കിൽ 29 ഡേയ്സ് ആണ്. അപ്പോൾ ആ കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് എന്താണ്? ലീപ്പ് ഇയർ ആണെങ്കിൽ, ലീപ്പ് ഇയർ ആണെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ലീപ്പ് ഇയർ ആണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ സാധാരണ ഇയർ, അതായത് സെഞ്ചുറി അല്ലാത്ത, ഇപ്പൊ 100, 200 അങ്ങനെ അല്ലാത്ത ഇയർ ആണെങ്കിൽ നമ്മൾ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ? ഇപ്പൊ ഒരു 2012 ഇത് നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ലീപ്പ് ഇയർ ആണ്. ഇവിടെ നോക്കിയേ, ലീപ്പ് ഇയർ നോക്കിയേ, 2024 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അപ്പോൾ അത് ലീപ്പ് ഇയർ ആണ്. ഇനി പറ്റുന്നില്ലെങ്കിൽ നോർമൽ ഇയർ ആണ്. പക്ഷേ സെഞ്ചുറി ഇയർ ആണെങ്കിൽ ഇപ്പൊ എന്താ 2000 ഇങ്ങനെ സെഞ്ചുറി ഇയർ വന്നാൽ നമ്മൾ 4 കൊണ്ടല്ല ചെയ്യേണ്ടത്, എത്രയാ? 400 കൊണ്ടാണ്. 400 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? അത് ലീപ്പ് ഇയർ ആണെന്ന് പറയും. ആ 2 കാര്യങ്ങൾ പഠിച്ചു വെക്കാം. അടുത്ത് നമ്മൾ നോക്കേണ്ടത്, ഇപ്പോൾ ഓരോ മന്ത് നോക്കിയാൽ ജനുവരി ആണെങ്കിൽ 31 ഡേയ്സ് ഉണ്ട്. അപ്പൊ അതിൽ ഓഡ് ഡേയ്സ് എത്ര ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് നമുക്കറിയാം വീക്ക് സാധാരണ 4 വീക്കാണ് കാണാം. അതായത് ഒരു വീക്കിൽ 7 ദിവസമുണ്ട്. ടോട്ടൽ 31 ദിവസമാണ് ജനുവരിയിലുള്ളത്. അപ്പോൾ 31/7 ചെയ്താൽ നമുക്ക് റിമൈൻഡർ കിട്ടുന്നത് എത്രയാണ്? 3 ഡേയ്സ്. അതായത് ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത് 3 ആണ്. അറിയുന്നതല്ലേ? അതുപോലെ ഫെബ്രുവരിയിലാണെങ്കിൽ 0 ആവാം,
ഇനി ലീപ്പ് ഇയർ ആണെങ്കിൽ 1 ആവാം. അങ്ങനെ ഓരോ മന്തും നമ്മൾ നോക്കി വെക്കുക. ക്ലിയർ? അപ്പോൾ 31 ഉള്ളത് ഏതൊക്കെയാണ്? ജനുവരി ഉണ്ട്, മാർച്ച് ഉണ്ട്, മെയ്, ജൂലൈ, പിന്നെ ഏതാണ്? ഒക്ടോബർ, നവംബർ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി നമ്മൾ നോക്കേണ്ടത്, അടുത്ത നമ്മൾ നോക്കുന്നത് ക്ലോക്കാണ്. അപ്പോൾ അതിന് നിങ്ങൾ ഒരു കാര്യം കൂടി നോക്കണം. നോർമൽ ഇയർ ആണെങ്കിൽ, അതായത് നോർമൽ ഇയർ ആണെങ്കിൽ എത്ര ഡേയ്സ് ആണ്? 365 ഡേയ്സ് ആണ്. 365 ഡേയ്സ് ആണ് നോർമൽ ഇയർ. അപ്പോൾ എത്ര വീക്ക് ഉണ്ടാവും? 365 ഡേയ്സ് ആണ്. എത്രയാണ്? 365 ഡേയ്സ് ആണ് എന്താ നോർമൽ ഇയർ ഉള്ളത്. അപ്പോൾ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടാവും? ഇവിടെ ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത് എത്രയാണ്? അതായത് ഇതിന്റെ റിമൈൻഡർ, ഇത് നമുക്ക് 52 വീക്ക് എന്ന് കിട്ടും. അതുപോലെ 1 റിമൈൻഡർ വരും. ഒരു ഓഡ് ഡേ ഉണ്ടാവും, ബാക്കി 52 വീക്ക് ഉണ്ടാവും. ക്ലിയർ? ഇനി ലീപ്പ് ഇയർ ആണെങ്കിൽ നമുക്ക് എത്രയാണ്? 366 ഡേയ്സ് ഉണ്ട്. അപ്പോൾ എത്രയാണ്? 52 വീക്കും 2 ഓഡ് ഡേയ്സും ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നോർമൽ ഇയറിൽ ജനുവരി 1 ഡിസംബർ 31 സെയിം ഡേ ആയിരിക്കും. ഈ വർഷത്തെ ജനുവരി 1 മൺഡേ ആണെങ്കിൽ ഈ വർഷത്തെ ഡിസംബർ 31 എന്താവും? അതും മൺഡേ ആയിരിക്കും. അപ്പോൾ 1-ാം തീയതി, അടുത്ത വർഷം 1-ാം തീയതി എന്നാ ഒരു ദിവസം ട്യൂസ്ഡേ ആയിരിക്കും. ഒരു ദിവസം മാറിയിട്ട് ട്യൂസ്ഡേ ആയിരിക്കും. ക്ലിയർ? ഇനി ലീപ്പ് ഇയർ ആണെങ്കിൽ എന്താ? അടുത്ത വർഷം ജനുവരി 1 എന്ന് പറയുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും, 2 വീക്ക് ഡേ കഴിഞ്ഞിട്ടായിരിക്കും. ക്ലിയർ? ഇന്ന് മൺഡേ ആണെങ്കിൽ വെനസ്ഡേ ആയിരിക്കും അടുത്ത വർഷം 1-ാം തീയതി, ലീപ്പ് ഇയർ ആണെങ്കിൽ. ഓക്കെ? അല്ലെങ്കിൽ മൺഡേ ആണെങ്കിൽ ട്യൂസ്ഡേ ആയിരിക്കും അടുത്ത വർഷം 1-ാം തീയതി. ആ കാര്യം മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടത്, ഫസ്റ്റത്തെ 100 ഇയർ ആണെങ്കിൽ നമുക്ക് 5 ഓഡ് ഡേയ്സ് ഉണ്ടാവും. ഇനി 200 ഇയർ ആണെങ്കിൽ നമുക്ക് 3 ഓഡ് ഡേയ്സ് ഉണ്ടാവും. ഇനി 300 ഇയർ ആണെങ്കിൽ നമുക്ക് ഓരോ ഓഡ് ഡേയ്സ് ഉണ്ടാവും. 400 ഇയർ ആണെങ്കിൽ നമുക്ക് 0 ഓഡ് ഡേയ്സ് ആയിരിക്കും. ക്ലിയർ? അത് മനസ്സിലാക്കി വെക്കാം. സാധാരണ ഒരു ഇയർ ആണെങ്കിൽ 1 ഓഡ് ഡേയ്സ് ആണ്. അങ്ങനെ 100 ഇയർ ആകുമ്പോൾ 5 ഓഡ് ഡേയ്സ് വരും. കാരണം നമുക്ക് കുറേ ഒന്ന് കൂടിയിട്ട് ഒരു വീക്ക് ആവും. അപ്പോൾ 5 ഓഡ് ഡേയ്സ് വരും 100 ഇയർ ആകുമ്പോൾ. 200 ആകുമ്പോൾ 3 ഓഡ് ഡേയ്സ് ആണ്. 300 ആകുമ്പോൾ 1 ഓഡ് ഡേയ്സ് ആണ്. 400 ആകുമ്പോൾ 0 ഓഡ് ഡേയ്സ് ആണ്. ആ കാര്യം കൂടി പഠിച്ചു വെക്കാം. പിന്നെ നമുക്ക് എന്താ മന്തിന്റെ കോഡ് പഠിക്കാറുണ്ട്. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ പഠിക്കാം. ഓക്കെ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി മന്തിന്റെയും ഇയറിന്റെയും കോഡ് നമുക്ക് പഠിച്ച് പ്രോബ്ലം ചെയ്യാനുള്ളത് പ്രോബ്ലംസ് ഉണ്ട്. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ പഠിക്കാം. അടുത്ത നമ്മൾ ക്ലോക്ക് ആണ്. എല്ലാവർക്കും അറിയാമല്ലോ ക്ലോക്ക്. അപ്പോൾ ഈ ക്ലോക്കിൽ നമുക്ക് 3 ഹാൻഡ്സ് ഉണ്ട്. എന്താണ്? ഇത് അവർ ഹാൻഡ് ആണ്, ഇത് മിനിറ്റ് ഹാൻഡ് ആണ്, ഇത് സെക്കൻഡ് ഹാൻഡ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയാം. ഇനി നമ്മൾ ഈ അവർ ഹാൻഡ് 12 മണിക്കൂർ കൊണ്ടാണ് എന്താ ചെയ്യുക? കംപ്ലീറ്റ് ആയി ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുക. ഈ 12 മണിക്കൂർ കൊണ്ട് 360 ഡിഗ്രി കവർ ചെയ്യും. അവർ ഹാൻഡ് 12 മണിക്കൂർ കൊണ്ട്, ഇവിടെ നോക്കിയാൽ ഫിഗർ നോക്കിയാൽ മതി, 12 മണിക്കൂർ കൊണ്ട് 360 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും. ക്ലിയർ? അപ്പോൾ 12 മണിക്കൂർ കൊണ്ട് 360 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ടോ എത്ര ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും? 1 മണിക്കൂർ ആകുമ്പോൾ ഇവിടുന്ന് ഇവിടെയാണ് എത്തുക. അപ്പോൾ എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ് കവർ ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഇതെന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ 30 ഡിഗ്രിയാണ്. ഇനി അടുത്തത്, അപ്പോൾ 60 മിനിറ്റ്, 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. അപ്പോൾ 60 മിനിറ്റ് കൊണ്ട് 30 ഡിഗ്രിയാണ് കവർ ചെയ്യുക അല്ലേ? 1 മണിക്കൂർ കൊണ്ട് ഇവിടുന്ന് ഇവിടത്തേക്ക് എത്തും, 30 ഡിഗ്രിയാണ് കവർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിൽ അവർ ഹാൻഡ് എത്ര കവർ ചെയ്യും? 1 മിനിറ്റിൽ എന്ന് പറഞ്ഞാൽ 1/2 ഡിഗ്രിയാണ് കവർ ചെയ്യുക. അപ്പോൾ 1 മിനിറ്റ് ഇവിടെ നോക്കിയാൽ നമുക്ക് 1 മിനിറ്റ്, ഇപ്പോൾ ഇവിടെ എന്താണ് 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്, 4 മിനിറ്റ്, 5 മിനിറ്റ്. അപ്പോൾ 1 മിനിറ്റിൽ എത്രയാണ്? ഇവിടുന്ന് ഇവിടത്തേക്ക് എത്തുമ്പോൾ നമുക്കറിയാം 1/2 ഡിഗ്രിയാണ് കവർ ചെയ്യുന്നത്. ക്ലിയർ? ആ കാര്യം മനസ്സിലാക്കി വെക്കാം. ഇനി മിനിറ്റ് ഹാൻഡ് ആണെങ്കിൽ 60 മിനിറ്റ് കൊണ്ടാണ് ഫുള്ള് കവർ ചെയ്യുക. 60 മിനിറ്റ് കൊണ്ടാണ് 360 ഡിഗ്രി കവർ ചെയ്യുക. അപ്പോൾ 1 മിനിറ്റിൽ എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിൽ 6 ഡിഗ്രി കവർ ചെയ്യും. 1 മിനിറ്റിൽ 6 ഡിഗ്രിയാണ് കവർ ചെയ്യുക. ക്ലിയർ? 1 മിനിറ്റിൽ 6 ഡിഗ്രി. അപ്പോൾ നമുക്കറിയാം 1 മിനിറ്റിൽ 6 ഡിഗ്രി, അങ്ങനെയാണെങ്കിൽ 5 മിനിറ്റിൽ 30 ഡിഗ്രി. ക്ലിയർ? 1 മിനിറ്റിൽ 6 ഡിഗ്രി കവർ ചെയ്യും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ 5 മിനിറ്റ് ആകുമ്പോൾ ഇതാ ഇവിടെ എത്തും. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതും 12 മുതൽ 1 വരെയുള്ളത് എത്രയാണ്? 30 ഡിഗ്രിയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് നമ്മളോട് ഇപ്പോൾ ചോദിച്ചു 3 മണി എന്ന് പറഞ്ഞാൽ, 3 മണി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ നോക്കിയത് 3 മണിയല്ലേ? 3 മണി ആകുമ്പോൾ എന്താ മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും തമ്മിലുള്ള
കോണളവ് ആംഗിൾ എത്രയാണെന്ന് ചോദിക്കും. അപ്പോൾ നമുക്കിത് അളന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എന്താ ഇവിടെ നോക്കിയേ, അളന്ന് നോക്കിയാൽ ഇതാ ഇവിടെ 0, ഇവിടെ എന്താ 90. സോ ഇത് 90 ആണെന്ന് അറിയാം. ക്ലിയർ? പക്ഷേ നമുക്കിതാ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ഇപ്പോൾ 11:20 ആണെങ്കിൽ മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും തമ്മിലുള്ള ആംഗിൾ എത്രയാണ് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് പണിയായിരിക്കും. അതിനുള്ള ഇക്വേഷൻ ആണ് ഇത്. ഇവിടെ നോക്കിയേ, എന്ന് പറഞ്ഞാൽ 60 അവർ മൈനസ് 11 മിനിറ്റ് ഡിവൈഡ് ബൈ 2. ഇപ്പം നമുക്ക് 3 മണിയാണെന്ന് വിചാരിക്കാം. 3 മണി. ഓക്കെ, അപ്പം എന്താ 60 ഇൻറ്റു അവർ മാത്രമേ ഇവിടെ ഉള്ളൂ. 3 മൈനസ് മിനിറ്റ് ഇല്ല. ഇപ്പം 3:10 എന്നൊക്കെ കൊടുത്താൽ 11 ഇൻറ്റു 10 എന്ന് കൊടുക്കാം. ഇപ്പം 3 മണിയാകുമ്പോൾ എന്താ 11 ഇൻറ്റു 0 ഡിവൈഡ് ബൈ 2 എന്താ 150/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ആണെന്ന് കിട്ടും. സോ നമുക്ക് 90 അല്ലേ? ഇവിടെ പ്രൊട്രാക്ടർ നോക്കിയേ, പ്രൊട്രാക്ടർ നോക്കുമ്പോൾ 90 ആണ് കിട്ടുക. ക്ലിയർ? അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഹൗ മെനി ടൈംസ് അവർ ആൻഡ് മിനിറ്റ് ഹാൻഡ് കോയിൻസൈഡ്. രണ്ടും കൂട്ടിമുട്ടും, ഒരുമിച്ച് എത്തും 12 അവറിൽ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സാംസിന് വരാം. എത്ര ടൈംസ് ആണ് കോയിൻസൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഇവിടെ നോക്കിയാൽ ഇപ്പോൾ എന്താ 12 മുതൽ ഇവിടെ നോക്കിയാൽ ഓരോ സമയത്തും ഇപ്പോൾ 2 മുതൽ 3 വരെ, 2നും 3നും ഇടയിൽ, ഇപ്പോൾ 1നും 2നും ഇടയിൽ ഒരു പ്രാവശ്യം, പിന്നെന്താ 2നും 3നും ഇടയിൽ ഒരു പ്രാവശ്യം, അങ്ങനെ എത്ര പ്രാവശ്യം? 12 പ്രാവശ്യമാണോ കോയിൻസൈഡ് ചെയ്യുന്നത്? അതായത് ഇവിടെ മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും കോയിൻസൈഡ് ചെയ്യുന്നത് 12 പ്രാവശ്യമാണോ? അല്ല. കാരണം ഇവിടെയൊക്കെ 1നും 2നും ഇടയിൽ 1, 3നും 4നും ഇടയിൽ 1, അങ്ങനെയൊക്കെ ഒന്നാണ്. പക്ഷേ ഇവിടെ നോക്കിയേ 11നും 12നും ഇടയിലും 11നും 1നും ഇടയിൽ, 11നും 1നും ഇടയിൽ ഒരു പ്രാവശ്യം മാത്രമാണ് നമുക്ക് കോയിൻസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടല് 11 പ്രാവശ്യമാണ് കോയിൻസൈഡ് ചെയ്യുന്നത്. ഇല്ലേ? ക്ലിയർ? അത് കിട്ടിയോ? അതായത് 1നും 2നും ഇടയിൽ ഒരു പ്രാവശ്യമുണ്ട്, 2നും 3നും ഇടയിൽ ഒരു പ്രാവശ്യമുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ നോക്കിയാൽ 11നും 12നും ഇടയിൽ ഒരു പ്രാവശ്യം ഇല്ല. 11നും 1നും ഇടയിലാണ് ഒരു പ്രാവശ്യം. അപ്പം എന്താ 12 ടൈം ഇല്ല, 11 പ്രാവശ്യമാണ് കോയിൻസൈഡ് ചെയ്യുന്നത്. ആ കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണം. 12 മണിക്കൂറിൽ എന്താ 150 ഡിഗ്രി ആവുന്നത്, അതായത് ഓപ്പോസിറ്റ് ഇതാ ഇത് അവർ ഹാൻഡ്, ഇത് മിനിറ്റ് ഹാൻഡ്, ഇങ്ങനെ 150 ഡിഗ്രി ആവുന്നത് എത്ര? 11 ടൈംസ് ആണ്. അതുപോലെ 0 ഡിഗ്രി, അതായത് ഇത് അവർ ഹാൻഡ്, അപ്പോൾ ഇത് മിനിറ്റ് ഹാൻഡ്, രണ്ടും ഒരുമിച്ച് വരുന്നത് 11 ടൈംസ് ആണ്. ഇനി 90 ഡിഗ്രി വരുന്നത് 22 ടൈംസ് ആണ്. ഇത് 12 അവറിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി ഒരു ദിവസമാണെങ്കിൽ 22 അവർ ആണെങ്കിൽ നമുക്കറിയാം എന്താ 150 ഡിഗ്രി വരുന്നത് 22 ടൈംസും, 0 ഡിഗ്രി വരുന്നത് 22 ടൈംസും, 90 ഡിഗ്രി വരുന്നത് 44 ടൈംസും, ഇതിൻ്റെ ഇരട്ടി. ഓക്കെ, ആ കാര്യം കൂടി പഠിച്ചു വെക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിംപ്ലിഫിക്കേഷനിലാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെയ്യാം? ബോർഡ് മാസ് റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്യുക. ആദ്യം നമ്മൾ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ നമ്മൾ ഇവിടെ സ്മോൾ ബ്രാക്കറ്റ് ഉണ്ട്, എത്രയാ? 18 കിട്ടും, ഡിവൈഡ് ബൈ 2 കിട്ടും. സോ 18 ഡിവൈഡ് ബൈ 2 ചെയ്താൽ എന്ത് കിട്ടും? 9 കിട്ടും. സോ ഇവിടെ നമുക്ക് 9 ആണ് കിട്ടുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു, 9 കിട്ടി. ഇനി ഇതിൻ്റെ ബ്രാക്കറ്റിനകത്ത് ഇവിടെ ഒരു -2 ഉണ്ട്. ഏറ്റവും അകത്ത ബ്രാക്കറ്റ് നമ്മൾ ആദ്യം ചെയ്യാം. -2 ഉണ്ട്, പിന്നെന്താ -2, ആ ബ്രാക്കറ്റ് കളഞ്ഞാൽ 9 - -2. പക്ഷെ അതിനു മുന്നേ നമ്മൾ എന്ത് ചെയ്യുക? ബോർഡ് മാസ് ആണ്. ബോർഡ് മാസ് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ആഡ് ചെയ്യണോ മൾട്ടിപ്ലൈ ചെയ്യണോ? ആദ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ആദ്യം ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 63 എന്ന് കിട്ടും, -2. ഇങ്ങനെ -2 എന്ന് വന്നാൽ, 2 മൈനസ് അടുപ്പിച്ച് വന്നാൽ അത് പ്ലസ് ആകും. സോ ഇതെന്താണ് നമുക്ക് കിട്ടുക? ഇത് പ്ലസ് ആണ് കിട്ടുക. അപ്പോൾ 63 + 2 എന്ത് കിട്ടും? 65 ആണെന്ന് കിട്ടും. സോ ഇത്രയും വാല്യൂ നമുക്ക് 65 ആണെന്ന് കിട്ടി. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100 ആണെന്ന് കിട്ടി. 100 - 65, 100 - 65 ചെയ്താൽ 35 ആണെന്ന് കിട്ടി. സോ ഇത്രയും വാല്യൂ നമുക്ക് 35 ആണെന്ന് കിട്ടി. ഇവിടെ നമുക്ക് 9 ആണെന്ന് കിട്ടി. 9 - 35 ഇതിന് പുറത്താണെങ്കിൽ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. 15/3 ചെയ്താൽ 5 കിട്ടും. സോ ഇങ്ങനെയാണ് കിട്ടുക. സോ 5 - 9 - 35 ചെയ്താൽ 9 - 35 എന്ത് കിട്ടും? 26 കിട്ടും. -26 ആണ് കിട്ടുക.
ഇവിടെ നോക്കിയേ മൈനസും മൈനസും ഒരുമിച്ച് വന്നു. സോ പ്ലസ് 30. 5 പ്ലസ് 26, 5 പ്ലസ് 26 ദാറ്റ് ഈസ് ഈക്വൽ ടു 31. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി 31 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിയേ ഫൈൻഡ് ദ വാല്യൂ ഓഫ്. അപ്പോൾ ഇതിന്റെ വാല്യൂ ആണ് നമ്മളിവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ഇത് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 110ന്റെ സ്ക്വയർ. ഇങ്ങനെ സ്ക്വയർ ഒക്കെ കണ്ടുപിടിക്കേണ്ടി വരില്ലേ? പക്ഷേ നമ്മൾ ഇവിടെ ചെറിയൊരു ഇക്വേഷൻ അറിഞ്ഞാൽ നമുക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റും. എന്താണ്? അതായത് നമുക്കറിയാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ. ഇതിന്റെ വാല്യൂ നമുക്ക് അറിഞ്ഞാൽ ഇതുപോലെയല്ലേ ഇവിടെ ഉള്ളത്? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ. ഇതല്ലേ ഇവിടെ ഉള്ളത്? എന്റെ പ്ലേസിൽ 82, ബിന്റെ പ്ലേസിൽ 28 അല്ലേ? അപ്പൊ ഇതിന്റെ വാല്യൂ എന്താണ്? നമുക്കറിയാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അതുപോലെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇങ്ങനെയാണ് നമുക്ക് ഇത് രണ്ടും കിട്ടുക. സോ ഇവിടെ നമ്മൾ ഇത് മൈനസ് ചെയ്യുന്നു. ആദ്യത്തേന്ന് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ മൈനസ് ബി ഹോൾ സ്ക്വയർ മൈനസ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഇതേ മൈനസ് ഇത് ക്യാൻസലായി, ഇതേ മൈനസ് ഇത് ക്യാൻസലായി. 2ab മൈനസ് 2ab എന്ത് കിട്ടും? 4ab എന്ന് കിട്ടും. സോ ഇതെന്ത് കിട്ടും? നമുക്ക് 4ab എന്ന് കിട്ടും. ക്ലിയർ? ഈ വാല്യൂ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 4ab ആണ്. ഇതിന്റെ ഡിനോമിനേറ്ററിൽ എന്താ ഉള്ളത്? ഇത് എ കൊടുത്തു, ഇത് ബി കൊടുത്തു, എ ബി എന്ന് ഡിനോമിനേറ്ററിൽ ഉണ്ട്. സോ ഇവിടെയും നമുക്ക് എ ബി എന്ന് ഉണ്ട്. സോ ഈ എ ബിയും ക്യാൻസലായി, വാല്യൂ എന്ന് പറയുന്നത് 4 കിട്ടി. നമ്മൾ ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കാരണം എ ബിയും ക്യാൻസലായി. ബാക്കി ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 4 ആണ്. ക്ലിയർ? അടുത്ത് നോക്കിയേ. ഇവിടെ ഇത് കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. നിങ്ങൾക്ക് വേണമെങ്കിൽ 27ന്റെ സ്ക്വയർ, 0.27ന്റെ സ്ക്വയർ ഒക്കെ കണ്ടുപിടിച്ച് ചെയ്യാം. പക്ഷെ ഇവിടെ നോക്കിയാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ എ പ്ലസ് ബി എന്നുള്ള ഫോമിലാണ് ഉള്ളത്. ക്ലിയർ? അപ്പോൾ നമുക്കറിയുന്ന ഒരു കാര്യമാണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. എല്ലാവർക്കും അറിയുന്ന ഒരു റിലേഷൻ അല്ലേ ഇത്? ആണ്. സോ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഡിവൈഡ് ബൈ എ പ്ലസ് ബി. അപ്പോൾ ഇവിടെ എന്താ? ഇതും ക്യാൻസലായി. ബാക്കി എന്താ? എ മൈനസ് ബി ആണ്. അപ്പോൾ എ എന്നുള്ള വാല്യൂ എന്താണ്? 0.27, ബി എന്നത് 0.13. സോ ആൻസർ എന്ന് പറയുന്നത് 0.27 മൈനസ് 0.13 എന്ത് കിട്ടും? 0.14. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇവിടെ നിങ്ങൾ ഈ ഇക്വേഷൻ ഓർത്തിരിക്കാം. ക്ലിയർ? അപ്പോൾ നേരത്തെ നമ്മൾ ഈ ഇക്വേഷൻ ആണ് ഓർത്തത്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 4ab ആണ്. ക്ലിയർ? അപ്പോൾ ഈ കാര്യങ്ങൾ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതിന്റെ സ്ക്വയർ എടുക്കുക ഒരുപാട് ടൈം പോകും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതുപോലത്തെ ഫോമിലേക്ക് മാറ്റാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇത് നോക്കിയേ. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇത് നമുക്ക് അതുപോലത്തെ ഫോമിലേക്ക് മാറ്റാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. സോ ഇവിടെ നമുക്ക് 0.2 ഇൻറ്റു 0.2 എന്ന് പറഞ്ഞാൽ സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് 0.02 അതും സ്ക്വയർ എന്ന് എഴുതാം, ഹോൾ സ്ക്വയർ. മൈനസ് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് 2 ഇൻറ്റു 0.2 ഇൻറ്റു 0.02 അങ്ങനെ ഇതിനെ മാറ്റി എഴുതാമല്ലോ. അതായത് 0.4 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.4 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 0.2 ആണ് അല്ലേ? 2 ഇൻറ്റു 0.2 ആണ് 0.4 എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ കിട്ടിയില്ലേ? അപ്പം ഇത് ഏത് ഫോമിലാണ് നമുക്കുള്ളത്? ഇതിപ്പോൾ ഏത് ഫോമിലാണ് നമുക്കുള്ളത്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്നുള്ള ഫോമിലാണ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ എന്താണ്? എ മൈനസ് ബി ഹോൾ സ്ക്വയർ. ക്ലിയർ? അപ്പം ഇങ്ങനെ ഇതെന്താണ്? എ മൈനസ് ഈക്വൽ ടു എ മൈനസ് ബി ഹോൾ സ്ക്വയർ. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറഞ്ഞാൽ ഇതാണ് എ, ബി എന്ന് പറഞ്ഞാൽ ഇതാണ്. എ മൈനസ് ബി ഹോൾ സ്ക്വയർ 0.2 മൈനസ് 0.02 ഹോൾ സ്ക്വയർ അല്ലേ? അപ്പോൾ എന്താണ്? 0.2 മൈനസ് 0.02 ഹോൾ സ്ക്വയർ 0.18 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. പക്ഷേ ഡിനോമിനേറ്ററിൽ എന്തുണ്ട്? 0.36 ഉണ്ട്. സോ ഡിനോമിനേറ്ററിൽ 0.36 ആണ്, 0.36 ആണ്.
ക്ലിയർ? അപ്പോൾ ഇത് തമ്മിൽ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? അതായത് പോയിന്റ് നമ്മൾ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഏത് വാല്യൂ കിട്ടുക? അതായത് ഒന്നിനേക്കാളും ചെറിയ വാല്യൂയിൽ കിട്ടുക. ഇത് നമ്മൾ ചെയ്താൽ ഒന്നിനേക്കാളും ചെറിയ വാല്യൂ ആണ് കിട്ടുക. സോ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഇത് അതായത് 0.18 ഇതിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 4 പ്ലേസ് വരണ്ടേ? 4 പ്ലേസ് വരണം. സോ 0.00 വരില്ലേ? ഓക്കെ, 4 പ്ലേസ് വരണം. 4 പ്ലേസ് അതായത് 0.0 സംതിങ് വരും. 3 6 അല്ലേ വരിക? 364. ഓക്കെ, അങ്ങനെ വരും. അപ്പോൾ 0.324. ഓക്കെ, 0.324 വരും. അതായത് നമ്മൾ ഇത് ചെയ്യുമ്പോൾ എന്തായാലും 1നേക്കാളും ചെറുതായിരിക്കാം. ഇവിടെ ഒറ്റ വാല്യൂ മാത്രമേ 1നേക്കാളും ചെറിയ വാല്യൂ ഉള്ളൂ. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം 0.09 ആണ്. ഓക്കെ, 0.09 ആണ് വരിക. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് ആർക്കും കിട്ടിയിട്ടുണ്ടാവുമോ? അതായത് ഇതിന് നമ്മൾ മറ്റൊരു രീതിയിലേക്ക് മാറ്റി എഴുതാം. അതായത് നമുക്കറിയാം 1/1 × 2. ഇതിനെ നമുക്ക് 1/1 - 1/2 എന്ന് എഴുതാം. അതായത് ഇത് നോക്കിയേ, ഇത് 1/1 - 1/2നെ നമ്മൾ ക്രോസ് ചെയ്താൽ, അതായത് നമ്മൾ എന്താ ഓപ്പറേഷൻ ചെയ്താൽ എന്താ 2 × 1 2 മൈനസ് ഇത് ഇൻറ്റു ഇത് ക്രോസ് ചെയ്തു 1 ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്തു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ 1/2 എന്ന് കിട്ടി. ക്ലിയർ? ഇനി അടുത്തൊരു ടേമിനെ, ഈ ടേമിനെ നോക്കിയേ, രണ്ടാമത്തെ ടേം. അതായത് രണ്ടാമത്തെ ടേം എന്താണ്? 1/2 × 3 ആണ് ഉള്ളത്. ഇതിനെ നമുക്ക് 1/2 - 1/3 എന്ന് എഴുതാം. അതായത് നിങ്ങൾ ഓപ്പറേഷൻ ചെയ്ത് നോക്കിയേ, അതായത് ക്രോസ് ചെയ്തു 3ഉം 1ഉം ക്രോസ് ചെയ്തു, എന്ത് കിട്ടും? 3 മൈനസ് 2ഉം 1ഉം 2 ഡിവൈഡ് ബൈ 2 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ 1/2 × 3. ഇവിടെ കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് ഇത്രയും ടേംസിനെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാം? ഫസ്റ്റത്തെ ഈ ടേമിന് നമുക്ക് 1/1 - 1/2 എന്ന് എഴുതാം. സെക്കൻഡ് ടേമിന് പ്ലസ് 1/2 - 1/3 എന്ന് എഴുതാം. തേർഡ് ടേമിനെ 1/3 - 1/4 എന്ന് എഴുതാം. അതായത് ഈ ബ്രാക്കറ്റിനുള്ള അകത്തുള്ള വാല്യൂ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടും. ഓക്കെ, അങ്ങനെ ചെയ്ത് നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും? 1/9 - 1/10 എന്ന് കിട്ടും. ഇങ്ങനെയാണ് കിട്ടുക. സോ ഈ ബ്രാക്കറ്റ് നമുക്ക് മാറ്റിയാലും കുഴപ്പമില്ലല്ലോ, കാരണം മൈനസും പ്ലസും മാറ്റമൊന്നും വരില്ല. അപ്പോൾ ഈ ബ്രാക്കറ്റ് മാറ്റിയാലും പ്രശ്നമില്ല. സോ ബ്രാക്കറ്റ് നമ്മൾ മാറ്റുന്നു. സോ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ -1, ഇവിടെ +1. ക്ലിയർ? -1ഉം +1ഉം ക്യാൻസലായി. -3ഉം +3, അതായത് 1/-2 -1/2ഉം +1/2ഉം ക്യാൻസലായി. അതുപോലെ -1/3ഉം +1/3ഉം ക്യാൻസലായി. ഇതും ക്യാൻസലായി. അങ്ങനെ ക്യാൻസലായിട്ട് ലാസ്റ്റ് നമുക്ക് ബാക്കി വരിക 1/1, ഇവിടുത്തെ ഈ 1/1ഉം ഇവിടുത്തെ -1/10ഉം മാത്രമായിരിക്കും. സോ ഇത് ചെയ്താൽ നമുക്ക് ആൻസറായി. എന്താണ്? 10 - 1 ഡിവൈഡ് ബൈ 1 × 10 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 9/10 കിട്ടും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് √2 × √2 അങ്ങനെ ഇൻഫിനിറ്റി വരെ പോകും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? നമ്മൾ നേരത്തെ ഒരു കാര്യം പഠിച്ചില്ലേ? എങ്ങനെയാണ്? നമ്മൾ ഇതാ ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ √x × √x അങ്ങനെ വന്നാൽ നമുക്ക് എന്താ ഇൻഫിനിറ്റി വരെ വന്നാൽ x തന്നെയാണ് ആൻസർ. അപ്പോൾ ഇവിടെ അപ്പോൾ എന്തായിരിക്കും? ഇവിടെ 2 ആയിരിക്കും ആൻസർ കിട്ടുക. ക്ലിയർ? ഇവിടെ 2 ആണ് ആൻസർ കിട്ടുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇവിടെ 56. അപ്പോൾ ഇവിടെ എന്താ കിട്ടുക നമുക്ക്? ഇതിനെ ഞാൻ നേരത്തെ പറഞ്ഞു എന്താ, ഇങ്ങനെ പ്ലസ് വന്നാൽ ഇൻഫിനിറ്റി വരെ വന്നിട്ടുണ്ട്. ഇങ്ങനെ പ്ലസ് വന്നാൽ ഞാൻ പറഞ്ഞു എന്താ, 2 നമ്പർ എടുക്കുക, ആ 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ ഈ വാല്യൂ കിട്ടണം. അപ്പോൾ നമുക്കറിയാം അതുപോലെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 1 ആയിരിക്കണം. അപ്പോൾ ഇവിടെ 7 × 8 എന്ന് നമുക്ക് എടുക്കാം. 7 × 8 56. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് 1 ആണ്. അപ്പോൾ ഇതിൽ പ്ലസ് ആയതുകൊണ്ട് ഇതിൽ ഏറ്റവും വലിയ വാല്യൂ ആണ് നമ്മുടെ ആൻസർ കിട്ടുക. സോ വലിയ വാല്യൂ ഏതാണ്? 8 ആണ് ആൻസർ കിട്ടുക. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇവിടെ നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് നമുക്ക് ഇതാ ഈക്വൽ ടു x എന്ന് എഴുതാം. ഓക്കെ, ഈക്വൽ ടു x എന്ന് എഴുതി.
ഇനി എക്സ് സ്ക്വയർ, അതായത് നമ്മൾ എന്താ ഇതിന്റെ റൂട്ട് കളയാൻ വേണ്ടിയിട്ട് എക്സ് സ്ക്വയർ എടുത്താലോ നമുക്ക് എന്ത് കിട്ടും? അല്ലെങ്കിൽ എക്സ് സ്ക്വയറിന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ റൂട്ട് രണ്ടും ക്യാൻസൽ ആവും. അപ്പോൾ എന്ത് കിട്ടും? 0.15 പ്ലസ് 0.12 ഇൻറ്റു 0.15 മൈനസ് 0.12 എന്ന് കിട്ടും. ഇനി നമ്മൾ ഈ റൂട്ട് എക്സ് കളയുന്നു, അതായത് എക്സ് സ്ക്വയർ കളയുന്നു. സോ ഇതിന് ഫുള്ള് റൂട്ട് വരും. സോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇവിടുന്ന് അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ക്ലിയർ? അതായത് ഈ രണ്ടിനെയും നമുക്ക് ഒരുമിച്ചാക്കി ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതാൻ പറ്റിയാൽ നമുക്കറിയാം ഇതെന്താണ്, ഈ വാല്യൂസിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള ഫോമിലല്ലേ ഇത്? അങ്ങനെയാണെങ്കിൽ എന്താ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. സോ ഇത് എ, ഇത് ബി, ഇത് എ, ഇത് ബി. ഞാനിപ്പോൾ പറഞ്ഞ ഫോമിലല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റൂട്ടിനകത്ത് എന്ത് എഴുതാം? 0.a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ബി ഏതാ? 0.12 സ്ക്വയർ, ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇതിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ ആയി. 15ന്റെ സ്ക്വയർ എന്താണ്? 225. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പോയിന്റ് 15 അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് 2 പോയിന്റ് ഇതുണ്ട്, സ്ഥാനമുണ്ട്. അപ്പോൾ അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് 4 സ്ഥാനം വരും. ഇപ്പൊ 2 ഉള്ളത് 4 ആവും. ഓക്കെ, അപ്പോൾ 15ന്റെ സ്ക്വയർ നമുക്കറിയാം 225, പക്ഷെ 4 പ്ലേസ് മാറ്റിയിട്ട് പോയിന്റ് ഇടണം. സോ ഇവിടെ ഒരു 0 ഇട്ടാൽ ഇങ്ങനെ വരും, 0.0225, 0.0225 മൈനസ് 12ന്റെ സ്ക്വയർ നമുക്കറിയാം 144, പക്ഷെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 പ്ലേസ് ഉണ്ട്. അപ്പോൾ സ്ക്വയറിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 4 പ്ലേസ് ആവും, 0.0144 ഇങ്ങനെ കിട്ടും. ഇനി ഇത് മൈനസ് ചെയ്താലോ എന്ത് കിട്ടും? 1800. ഓക്കെ, ഇതാണ് കിട്ടുക. ഇനി നമുക്കറിയാം 81 എന്ന് പറഞ്ഞാൽ എന്താണ്? 81ന്റെ സ്ക്വയർ റൂട്ട്, സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 81ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 9. പക്ഷെ ഇവിടെ എന്താണ്? 0.0081 ആണ്. 4 പ്ലേസ് ഉണ്ട്. 4, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു 2 പോയിന്റ് കഴിഞ്ഞിട്ട് 2 പ്ലേസ് ഉള്ളതിന്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് 4 പ്ലേസ് ഉള്ള വാല്യൂ കിട്ടും. അപ്പൊ 4 പ്ലേസ് ഉള്ളതിന്റെ റൂട്ട് എടുത്താൽ നമുക്ക് 2 പ്ലേസ് ഉള്ള വാല്യൂ കിട്ടും. സോ ഇവിടെ 0.09 2 പ്ലേസ്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് 0.09 ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? ആർക്കെങ്കിലും പോയിന്റ് 9 കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് കിട്ടുക. ക്ലിയർ? ഓപ്ഷൻ ഏതാണ്? എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ LCM ഓഫ് 2⁴ ഇൻറ്റു 3⁴. അപ്പോൾ ഇങ്ങനെയുള്ള 2 പവറൊക്കെ തന്നിട്ടുള്ള വാല്യൂസിന്റെ LCM ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ആദ്യത്തെ എന്താണ്? 2⁴ ഇൻറ്റു 3⁴ ഇൻറ്റു 5³ രണ്ടാമത്തെ 2² ഇൻറ്റു 3⁶ ഇൻറ്റു 5⁵ ഇൻറ്റു 7². ഇങ്ങനെയാണ് 2 വാല്യൂസ് ഉള്ളത്. അപ്പോൾ ഇതിന്റെ LCM ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഇതിനെ പ്രൈം നമ്പേഴ്സിന്റെ രൂപത്തിൽ മാറ്റി എഴുതാം. അതായത് ഇപ്പോൾ തന്നിട്ടുള്ളതും പ്രൈം നമ്പർ ആണ്, പക്ഷെ നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പോൾ 2⁴ 2² ഇൻറ്റു 2² എന്ന് എഴുതാം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. അല്ലെങ്കിൽ നമുക്കിതാ ഇപ്പം തന്നിട്ടുള്ള വാല്യൂ എന്ന് തന്നെ നമുക്ക് LCM കണ്ടുപിടിക്കാം. ഇൻറ്റു 3⁵3² ഇൻറ്റു 3² ഇൻറ്റു 5³ ഇങ്ങനെ മാറ്റി എഴുതാമല്ലോ. ഇങ്ങനെ മാറ്റി എഴുതാം. അതുപോലെ 2² നമ്മൾ എഴുതി 3⁶ 3⁵2 ഇൻറ്റു 3⁵2 ഇൻറ്റു 3⁵2 എന്ന് എഴുതാം. ഇൻറ്റു 5⁵3 ഇൻറ്റു 5⁵2 എന്ന് എഴുതാം. ഇൻറ്റു 7². അപ്പോൾ ഇത് എളുപ്പത്തിന് വേണ്ടി എഴുതിയതാണ്. ഇനി ഇവിടെ നിങ്ങൾ നോക്കിയാൽ കോമൺ ആയിട്ടുള്ള സംഭവം, കോമൺ ആയിട്ടുള്ള ടേം ഒരു പ്രാവശ്യം 2, അതായത് ഇതിലും കോമൺ ആയിട്ടുള്ള ടേം ഒരു പ്രാവശ്യം എടുത്താൽ മതി. നമ്മൾ നോക്കിയാൽ എന്താ? ഇവിടെ നോക്കിയേ, 2² ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. സോ നമ്മളത് ഒരു പ്രാവശ്യം എടുക്കാം. 2². അടുത്തെന്താ? ഇവിടെ 2² ആണ്, ഇവിടെ 2² ഇല്ല. സോ ഇല്ലാത്ത ടേം നമ്മൾ വീണ്ടും എടുക്കാം. ഇനിതാ ഇവിടെ 3² ഉണ്ട്, ഇവിടെ 3² ഉണ്ട്. രണ്ടിലും കോമൺ ആയിട്ട് ഒരു പ്രാവശ്യം ഉണ്ട്,
അപ്പോൾ അത് ഒരു പ്രാവശ്യം എടുക്കാം. ബാക്കിയോ ഇവിടെ വീണ്ടും 3 സ്ക്വയർ ഉണ്ട്, ഇവിടെ 3 സ്ക്വയർ ഉണ്ട്. സോ വീണ്ടും നമ്മൾ ഒരു പ്രാവശ്യം കൂടെ 3 സ്ക്വയർ എടുക്കുന്നു. പിന്നെ ഇതാ ഇവിടെ നോക്കിയാൽ, അപ്പോൾ ഇത് നമ്മൾ എടുത്തില്ലേ. പിന്നെ ഇവിടെ നോക്കിയാൽ ഇതാ 3 സ്ക്വയർ പെയർ ഇല്ലാണ്ട് ഒറ്റയ്ക്കാണ് ഉള്ളത്. അപ്പോൾ അതും നമ്മൾ എടുക്കണം. കോമൺ ആയി വന്നാൽ ഒറ്റ പ്രാവശ്യം എടുത്താൽ മതി, അല്ലെങ്കിൽ എടുക്കണം. അതായത് രണ്ടെണ്ണം ഒരുമിച്ച് വന്നാൽ ഒരു പ്രാവശ്യം എടുത്താൽ മതി, അല്ലാത്തതും നമ്മൾ ഒരു പ്രാവശ്യം എടുക്കുക. ക്ലിയർ? ഇനി എന്താ, അപ്പോൾ ഇതും എടുത്തു. പിന്നെ ഇതാ ഇവിടെ 5 ക്യൂബും വന്നു. സോ 5 ക്യൂബ് എടുക്കുക. പിന്നെ ഇത് രണ്ടും ഒറ്റയ്ക്കാണുള്ളത്. സോ 5 സ്ക്വയർ എടുക്കുക, 7 സ്ക്വയർ എടുക്കുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ 2⁴, ഇത് നോക്കിയാൽ ഇൻറ്റു 2�6, ഇവിടെ നോക്കിയാൽ ഇൻറ്റു 5⁵, ഇൻറ്റു 7 സ്ക്വയർ. ഇതാണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ക്ലിയർ? ഇത് നമുക്ക് ഇതാ ഈ ഓപ്ഷൻ നോക്കി ആൻസർ നോക്കി തന്നെ ക്വസ്റ്റ്യൻ നോക്കി തന്നെ നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെയാണ്? അതായത് ഇവിടെ നോക്കുക, ഇവിടെ 2⁴ ആണ്, ഇവിടെ 2 സ്ക്വയർ ആണ്. അപ്പോൾ അതിൽ നമ്മൾ വലുതെടുക്കുക, 2ന്റെ പവർ വലുതെടുക്കുക. അപ്പോൾ 2⁴ എടുക്കുക. അടുത്ത 3ന്റെ പവർ 3⁴ഉം 3�6ഉം ഏതാ വലുത്? അതെടുക്കുക. 3�6 ആണ് വലുത്, അതെടുക്കുക. അടുത്ത 5⁵3ഉം 5⁵5ഉം വലുതേതാ? 5⁵5. അപ്പോൾ അതെടുക്കുക. 7ന്റെ വേറെ ഇല്ല, അപ്പോൾ അത് തന്നെ എടുക്കുക, 7 സ്ക്വയർ. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് എടുക്കുമ്പോൾ ആൻസർ കിട്ടുക. ഇങ്ങനെ എടുത്താലും ആൻസറാണ്, ഇങ്ങനെ എടുത്താലും ആൻസറാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എടുക്കുക. ഞാനിപ്പോൾ രണ്ടാമത് പറഞ്ഞ രീതിയിൽ എടുക്കുക. ആദ്യത്തത് ഒരുപാട് എഴുതി ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്തത് നമ്മൾ LCM കാണാം. എന്താണ്? 24, 96, 36 ഇതിൻ്റെ LCM കാണണം. നമ്മൾ സാധാരണ മെത്തേഡിൽ എങ്ങനെ LCM കാണും? ആദ്യം നമ്മൾ ഇതിനെ 2 കൊണ്ട് ചെയ്യും. സോ 12, 48, 18. വീണ്ടും നമ്മൾ 2 കൊണ്ട് ചെയ്യും. 6 കിട്ടും, 24 കിട്ടും, 9 കിട്ടും. വീണ്ടും നമ്മൾ 2 കൊണ്ട് ചെയ്യും. 3 കിട്ടും, 12 കിട്ടും. 9നെ 2 കൊണ്ട് പറ്റില്ല, അപ്പോൾ അത് അതേപോലെ ഇറക്കി എഴുതി. ഇനി എന്താ, ഇതിനെ നമുക്ക് 3 കൊണ്ട് ചെയ്യാൻ പറ്റും. സോ 1 കിട്ടും, 4 കിട്ടും, 3 കിട്ടും. ഇനി നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, ഇല്ല. അപ്പോൾ ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 3 ക്യൂബ് 8, പിന്നെ 3 × 3 9, അപ്പോൾ അത് 9 ചെയ്യുക, ഇൻറ്റു 4 ചെയ്യാം. 72 × 4, സോ 288 എന്ന് കിട്ടും. ക്ലിയർ? ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാം. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഒരു മെത്തേഡ് പറഞ്ഞില്ലേ, അതായത് 24, 96, 36. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക? വലിയ നമ്പർ എടുത്ത് മാറ്റി വെക്കാം. 96നെ ഞാൻ മാറ്റി വെച്ചു. എന്നിട്ട് ബാക്കി വരുന്ന നമ്പറിനെ 96 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ക്ലിയർ? 96 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 24നെ 96നെ നമുക്ക് 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. 4 കൊണ്ട് ചെയ്യുമ്പോൾ 6 കൊണ്ട് ചെയ്യാം. 6 കൊണ്ട് ചെയ്യുമ്പോൾ 4 കിട്ടും, ഇവിടെ 16 കിട്ടും. വീണ്ടും 4 കൊണ്ട് ചെയ്യാം. 4 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ 1 കിട്ടും. ഡിനോമിനേറ്ററിൽ 4 കിട്ടും. നമ്മൾ ഡിനോമിനേറ്റർ ആവശ്യമില്ല, ന്യൂമിനേറ്ററിൽ നമുക്ക് 1 കിട്ടും. ഇനി ഇവിടെ ചെയ്താലോ, 6 കൊണ്ട് ചെയ്താൽ ഇവിടെ 6 കിട്ടും, ഇവിടെ 16 കിട്ടും. ബാക്കി 2 കൊണ്ട് ചെയ്താൽ 3 കിട്ടും, 8 കിട്ടും. ഇപ്പം ന്യൂമിനേറ്ററിൽ നമുക്ക് വന്നത് 1ഉം വന്നു, 3യും വന്നു. ഇനി ഈ 2 വാല്യൂവിൻ്റെ ഏറ്റവും ചെറിയ 2 വാല്യൂ, അതായത് 1ഉം 3യും മാത്രമല്ല ന്യൂമറേറ്ററിലുള്ള, ആ 2 വാല്യൂവിൻ്റെ LCM കണ്ടുപിടിക്കുക. ആ 2 വാല്യൂവിൻ്റെ LCM നമുക്കറിയാമല്ലോ, എന്താണ്? 3 ആണെന്ന് അറിയാം. സോ ഇൻറ്റു ആ LCM കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം, ഇൻറ്റു 3 ചെയ്യാം. 96 × 3 ചെയ്താൽ 288 എന്ന് കിട്ടും. ക്ലിയർ? ഇപ്പം ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഇങ്ങനെ എന്താ കട്ട് ചെയ്യുന്നത് ഞാൻ ഇവിടെ എഴുതുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലെങ്തി ആയി തോന്നാം, പെട്ടെന്ന് ചെയ്താൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് LCM ഫൈൻഡ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ. അപ്പോൾ ലാർജസ്റ്റ് നമ്പർ ഏതാ? 4 ഡിജിറ്റ് 999. വിച്ച് വെൻ ഡിവൈഡ് ബൈ, അതായത് ഏതോ ഒരു നമ്പർ x ഇതിനെ നമ്മൾ 7 അല്ലെങ്കിൽ 11, 13 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ എന്ന് പറയുന്നത് 4 കിട്ടും. ഓക്കെ, അങ്ങനെയുള്ള ഈ x ഈ നമ്പറാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, XY അങ്ങനെ 4 നമ്പർ, AB ഇങ്ങനെയുള്ള 4 ഡിജിറ്റുള്ള നമ്പർ. ഓക്കെ, ABCD അങ്ങനെ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെയുള്ള നമ്പർ അതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഇതിൻ്റെ LCM കണ്ടുപിടിക്കാം. 7ൻ്റെയും 11ൻ്റെയും 13ൻ്റെയും LCM കണ്ടുപിടിക്കാം. LCM കണ്ടുപിടിക്കാൻ എന്താ? ഇതും 3ഉം എന്താണ്?
നമുക്കറിയാം പ്രൈം നമ്പർ ആണ്. പ്രൈം നമ്പർ ആകുമ്പോൾ ഇത് ഡയറക്റ്റായി മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിൻ്റെ LCM കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടും? 7 × 13 91 × 11. ഇതെങ്ങനെ ചെയ്യാം? ഒരു നമ്പറിനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ആദ്യം ഇത് എടുക്കുക 1, പിന്നെ ഇത് തമ്മിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. ഇത് തമ്മിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 10 കിട്ടും. സോ 0 കിട്ടും. റിമൈൻഡർ 1 ആണ്. പിന്നെ ഈ 9 അതേപോലെ എടുത്തെഴുതുക. പക്ഷേ റിമൈൻഡർ 1 വന്നുകൊണ്ട് 10 കിട്ടും. സോ 1001 ആണ് ഇതിൻ്റെ LCM കിട്ടുക. അപ്പോൾ 7, 11, 13 ഇതിൻ്റെ LCM എന്ന് പറയുന്നത് 1001 ആണ്. അപ്പോൾ 1001 അപ്പോൾ ഇൻറ്റു 2 ചെയ്താലും അത് ഇപ്പോൾ 1001നെ ഈ 3 നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻറ്റു 2 ചെയ്താലും ഇൻറ്റു 3 ചെയ്താലും എല്ലാത്തിനെയും നമ്മൾ ഈ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇൻറ്റു 9 ചെയ്താൽ നമുക്ക് എത്ര നമ്പർ കിട്ടും? 9009 കിട്ടും. ഇൻറ്റു 10 ചെയ്താലോ? 10 ചെയ്താൽ 0010 എന്ന് കിട്ടും. അപ്പോൾ ഇത് 4 ഡിജിറ്റ് നമ്പർ അല്ല. അപ്പോൾ മാക്സിമം 4 ഡിജിറ്റ് നമ്പർ നമുക്ക് കിട്ടുക എന്താ? 9009 ആണ് കിട്ടുക. അപ്പോൾ ഇത്രയും ഈ 9009നെ നമുക്ക് ഈ 3 നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ക്വസ്റ്റ്യനിൽ പറയുന്നത് റിമൈൻഡർ 4 വരണം എന്നാണ് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ കൂടെ ഒരു 4ഉം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. സോ 9013 ആണ് ആൻസർ കിട്ടുക. ക്ലിയർ? 9013. ഓക്കെ, അതാണ് നമ്മളെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ which when divided by 8, 12, 16 leaves 3 as remainder in each case, but when divided by 7 leaves no remainder. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു നമ്പറിനെ നമ്മൾ 8, 12, 16 അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 റിമൈൻഡർ കിട്ടും. പക്ഷേ ഈ നമ്പറിനെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള നമ്പറാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? 8, 12, 16 ഇതിൻ്റെ LCM കണ്ടുപിടിക്കാം. ഇതിൻ്റെ LCM കണ്ടുപിടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു തന്ന മെത്തേഡ് എടുക്കാം. എന്താണ്? ഏറ്റവും വലിയ നമ്പർ നമ്മൾ മാറ്റി വെച്ചു, ബാക്കി നമ്പറിനെ നമ്മൾ 16 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ ഇത് കംപ്ലീറ്റ് ആയി കട്ട് ചെയ്ത് പോകും 16 കൊണ്ട്. ഇത് കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ 3 കിട്ടും. സോ 16 × 3 48 ഇതിൻ്റെ LCM കിട്ടുക. അപ്പോൾ LCM എന്ന് പറയുന്നത് നമുക്ക് 48 കിട്ടി. അപ്പോൾ ഈ 48നെ നമുക്ക് ഈ 3 നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 48 × 2നെയും നമ്മൾ ഈ 3 നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇൻറ്റു 3നെയും പറ്റും. അപ്പോൾ 48 × Kനെ നമുക്ക് ഈ 3 നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? അതായത് 48നെ നമുക്ക് ഈ 3 നമ്പർ കൊണ്ട് പറ്റും. 48 × 1നെ പറ്റും, 48 × 2നെ പറ്റും, 48 × 3നെ നമുക്ക് ഈ 3 നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 48 × Kനെയും നമുക്ക് പറ്റും. അപ്പം ഇങ്ങനെ ഏതിന് ഇത്രയും 48 × Kനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ Kനെ എന്താണ്? അതായത് ഒരു നമ്പറിനെ ഈ 3 നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ? റിമൈൻഡർ 3 വരണം. റിമൈൻഡർ 3 വരണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ 3 ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ എക്സ്. അതായത് പറഞ്ഞു എക്സ് എന്ന നമ്പറിനെ ഈ 3 നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 3 വരണം. പക്ഷേ 48 × Kനെ നമ്മൾ ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരും. അപ്പോൾ റിമൈൻഡർ 3 വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഇതിൻ്റെ കൂടെ 3 ആഡ് ചെയ്ത് കൊടുക്കുക. സോ 3 ആഡ് ചെയ്ത് കൊടുത്ത നമ്പറാണ് നമ്മുടെ എക്സ്. അപ്പോൾ ഈ നമ്പർ 48K + 3 എന്നത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ? റിമൈൻഡർ = 0. അങ്ങനെയാണെങ്കിൽ നമ്പർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. സോ നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? നമുക്ക് നോക്കാം. 48ന് Kക്ക് ആദ്യം 1 കൊടുക്കാം. ആദ്യം നമ്മൾ K = 1 കൊടുക്കുന്നു. സോ നമുക്ക് എന്ത് കിട്ടും? 48ഉം 3ഉം അല്ലേ 51/7 കിട്ടും. അത് 51 എന്ന് പറയുന്നത് 7 ഡിവിസിബിൾ അല്ല. സോ അത് ക്യാൻസൽ. ഇനി K = 2 കൊടുത്താലോ? 48ഉം എന്താ 96, 96ഉം 3ഉം എന്ത് കിട്ടും? 99/7 എന്ന് കിട്ടും. സോ അതും ഡിവിസിബിൾ അല്ല, ക്യാൻസൽ. ഇനി K = നമുക്ക് 3 കൊടുക്കാം. 3 കൊടുത്താൽ എന്ത് കിട്ടും? 48 × 3 144 + 3/7 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? 147/7. ഇത് നമുക്ക് എന്ത് കിട്ടും? 21 എന്ന് കിട്ടും. സോ ഇത് ഡിവിസിബിൾ ആണ്. അപ്പോൾ 147 എന്ന് പറയുന്നത് ഡിവിസിബിൾ ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ = 147 ആണ്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് 147 ആണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ പറയുന്നത് 7 ഓറഞ്ച് ഉണ്ട്, 28 ആപ്പിൾ ഉണ്ട്, 42 മാംഗോ ട്രീ ഉണ്ട്. അതായത് ഇതൊക്കെ ഒരു റോയിൽ പ്ലാൻ ചെയ്തു. ഈച്ച് റോ കണ്ടെയ്നിങ് സെയിം നമ്പേഴ്സ്. അതായത് ഇങ്ങനെ റോയിൽ നമ്മളിത് പ്ലാൻ ചെയ്തു. ഇവിടെ ഓറഞ്ച് ആവാം, ഇവിടെ മാംഗോ ആവാം, ഇവിടെ ആപ്പിൾ ആവാം. ഓക്കെ, അപ്പോൾ സെയിം നമ്പേഴ്സ് ആണ്. ഇപ്പോൾ ഇവിടെ 1 2 3 വെച്ചാൽ ഇവിടെയും 3 എണ്ണമാണ് വേണ്ടത്. ക്ലിയർ? അങ്ങനെ എത്ര റോ ആവശ്യമുണ്ട്? അങ്ങനെ എന്താ ചോദിക്കുന്നത്? 1 വെറൈറ്റി ഓൾ മിനിമം നമ്പർ ഓഫ് റോ. അങ്ങനെ മിനിമം എത്ര റോ ആവശ്യമുണ്ടെന്നാണ് ചോദിക്കുന്നത്. സോ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് HCF ആണ്. ക്ലിയർ? മിനിമം എത്ര റോ, അതായത് നമുക്കിപ്പോൾ 3 ബോട്ടിൽ ഡിഫറെൻറ്റ് വെള്ളമുണ്ട്. ഇവിടെ 24 ലിറ്റർ ഉണ്ട്, ഇവിടെ 12 ലിറ്റർ ഉണ്ട്, ഇവിടെ 6 ലിറ്റർ ഉണ്ട്. ഇങ്ങനെയൊക്കെ തന്നാൽ മിനിമം, അതായത് ഇതിനെയൊക്കെ നമ്മൾ ഈക്വൽ ഇത് വലുതാണ്, അതിനേക്കാളും ചെറുതാണ്, ഇത് ചെറുതാണ്. അപ്പോൾ ഈക്വൽ ആക്കി എങ്ങനെ മാറ്റാം? ഇങ്ങനെ ചോദിച്ചാൽ, അതായത് ഈ 3 എണ്ണത്തിനെ ഈക്വൽ ആക്കിയിട്ട് എങ്ങനെ മാറ്റാം? അങ്ങനെയാണെങ്കിൽ ആ ഈക്വൽ ഉള്ള ചെറിയ ബോട്ടിലിന്റെ ക്വാണ്ടിറ്റി എത്രയാണ് എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? HCF ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ HCF ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഏതിൻ്റെ? 7ന്റെ, 28ന്റെ, 42ന്റെ. ഇത്രയും വാല്യൂവിൻ്റെ HCF ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ HCF ഫൈൻഡ് ചെയ്യാൻ നമുക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യാം? നിങ്ങൾക്ക് സാധാരണ മെത്തേഡ് യൂസ് ചെയ്യാം. അതായത് 7, 28, 42. ഇതിൻ്റെ HCF കണ്ടുപിടിക്കാൻ കോമൺ ആയിട്ടുള്ള നമ്പർ 7. സോ 1 കിട്ടും, ഇവിടെ എന്ത് കിട്ടും? 4 കിട്ടും, 6 കിട്ടും. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ടുള്ള 7 മാത്രമാണ്. അങ്ങനെ HCF കണ്ടുപിടിക്കാം. അപ്പോൾ HCF എന്ന് പറയുന്നത് 7 കിട്ടും. ഇനി അല്ലെങ്കിൽ ഞാൻ പറയുന്നു, ഇതും തമ്മിലെ, അതായത് 3 എണ്ണത്തിൽ ഏറ്റവും ചെറിയ ഡിഫറൻസ് കിട്ടുന്ന 2 വാല്യൂ എടുക്കാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 21 കിട്ടും. ഇതും തമ്മിലുള്ള ഡിഫറൻസ് എത്ര കിട്ടും? 14 കിട്ടും. അപ്പോൾ ഏറ്റവും ചെറിയ ഡിഫറൻസ് 14 ആണ്. 14നെ ഈ 4 കൊണ്ടും ഈ 3 നമ്പറിനെയും 14 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. പറ്റുന്നില്ല. സോ നമുക്ക് ഇതിനെ പാർട്ട് ചെയ്യാം. 7 × 2 എന്ന് എഴുതാം. എന്നിട്ട് അതിലേറ്റവും വലിയ നമ്പർ 7, അതിന് ഈ 3 നമ്പറിനെ ഈ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 7 ആണ് HCF. ഈ മെത്തേഡ് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇത് ചെയ്യാം. ഓക്കെ, HCF എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ അതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താ? ഓരോ റോയിലും 7 വെച്ചാൽ, ഇപ്പം ഇത് ഓറഞ്ച് 7 വെച്ചു. ഓക്കെ, അടുത്തത് എന്താണ്? ആപ്പിൾ ട്രീ. ഇവിടെ 7, ഇവിടെ 7, ഇവിടെ 7, ഇവിടെ 7. ഓക്കെ, അങ്ങനെ 4 റോയിൽ ആപ്പിൾ വെക്കാം. 7. അടുത്തത് എന്താ? മാംഗോ ട്രീ. 6 റോയിൽ മാംഗോ ട്രീ വെക്കാം. അങ്ങനെ 7 ആ രീതിയിൽ വെക്കാം. അങ്ങനെയാണെങ്കിൽ എത്ര മിനിമം, എത്ര ക്വാണ്ടിറ്റി, എത്ര റോ വേണമെന്നാണ് ചോദിക്കുന്നത്. അതായത് അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പം നമുക്ക് എന്ത് കിട്ടി? HCF എന്ന് പറയുന്നത് 7 ആണെന്ന് കിട്ടി. അതായത് ഒരു റോയിൽ നമ്മൾ 7 എണ്ണം അറേഞ്ച് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഓറഞ്ച് ടോട്ടൽ 7 ഉണ്ട്. ഒരു റോയിൽ 7 എണ്ണം അറേഞ്ച് ചെയ്താൽ ഒരു റോ മാത്രമേ ഉള്ളൂ. ഇനി 28 ആപ്പിൾ ഉണ്ട്, ഒരു റോയിൽ 7 എണ്ണമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 4 റോയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുക. 4 റോയിലാണ് അറേഞ്ച് ചെയ്യാൻ പറ്റുക. അടുത്ത 42 മാംഗോ ട്രീ ഉണ്ട്, ഒരു റോയിൽ 7 എണ്ണമാണ്. അങ്ങനെയാണെങ്കിൽ എത്ര റോ വേണം? 6 റോ വേണം. ടോട്ടൽ എത്രയാണ്? 6 × 4 = 11 റോ വേണം. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 11 ആണ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുക. അപ്പം അതുപോലുള്ള ക്വാണ്ടിറ്റി ചോദിച്ചാൽ, ഇപ്പം കുറേ മരം തന്നു, അതിനെ നമ്മൾ സെയിം റോയിൽ അറേഞ്ച് ചെയ്യണം. അതുപോലെയൊക്കെ തന്നാൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ചെയ്യേണ്ടത് HCF ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അതുപോലെ കുറച്ച് വാട്ടർ, അങ്ങനത്തെ കാര്യങ്ങൾ തന്നു, സെയിം ബോട്ടിലിൽ ഇതിനെ അറേഞ്ച് ചെയ്യണം. അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മൾ എന്ത് എടുക്കണം? HCF ആണ് എടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രേറ്റസ്റ്റ് നമ്പർ ദാറ്റ് ഡിവൈഡ് 155 307 ലീവ്സ് റിമൈൻഡർ 5 7. അപ്പം ഒന്നുമില്ല, എന്താണ് അങ്ങനെ വരുന്ന നമ്പർ, ഒരു നമ്പറിനെ, അതായത് 155ഉം 307 ഈ നമ്പറിനെ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണ്? 5ഉം 7ഉം വരണം. അപ്പം അങ്ങനെയുള്ള ഏറ്റവും വലിയ നമ്പർ ഏതാ? ഞാൻ ചോദിക്കുന്നത് എന്താണ്? HCF ആണ്. ഓ, 155ൻ്റെയും 307ൻ്റെയും HCF ആണോ? അല്ല. അതായത് 155 -5 ചെയ്യാം, 150 കിട്ടും. 307 7 - ചെയ്യാം, 300 കിട്ടും.
ഇതിൻ്റെ HCF ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ HCF എന്തായിരിക്കും? ഇതിൻ്റെ HCF നമ്മൾ ഇതിൻ്റെ ഡിഫറൻസ് എടുത്ത് നോക്കാം. 150 രണ്ട് വാല്യൂവിന് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ HCF എന്താണ്? 150 ആണ്. ക്ലിയർ? അപ്പോൾ ഇപ്പോൾ നോക്കിയേ, ഫസ്റ്റ് വാല്യൂവിനെ, അതായത് HCF എന്ന് പറയുന്നത് 150 ആണ്. ഫസ്റ്റ് വാല്യൂ എന്താ? 155. ഇതിനെ 150 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടും? 5 കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്. അതുപോലെ സെക്കൻഡ് വാല്യൂ 307, അതിനെ 150 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ 7 കിട്ടും. ക്ലിയർ? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് റിമൈൻഡർ വരേണ്ടത് മൈനസ് ചെയ്യുക, എന്നിട്ട് HCF കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 150. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ ദാറ്റ്, ഈ 3 നമ്പർ മസ്റ്റ് ബി ഡിവൈഡ് ബൈ ടു ഒബ്റ്റെയിൻ സെയിം റിമൈൻഡർ ഇൻ ഈച്ച് കേസ്. അപ്പോൾ ഇങ്ങനെ വന്നാൽ സെയിം റിമൈൻഡർ ആണ് ചോദിച്ചു ഈച്ച് കേസിൽ. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യാം? നമ്മൾ HCF കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? വലിയ നമ്പർ ഇപ്പം എന്താ? ABC, അതിൽ വലിയ നമ്പർ C ആണ്. ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കാം 3 നമ്പർ. അങ്ങനെ ആണെങ്കിൽ നമ്മൾ C മൈനസ് B ചെയ്യുക, C മൈനസ് A ചെയ്യുക, B മൈനസ് C ചെയ്യുക, എന്നിട്ട് ഈ 3 എണ്ണത്തിൻ്റെ HCF കണ്ടുപിടിക്കാം. ഇവിടെയാണെങ്കിൽ എന്താ? 6677 3739 ആദ്യം മൈനസ് ചെയ്യുക, പിന്നെ 6677 പിന്നെ എത്ര സെക്കൻഡ് 2270 മൈനസ് ചെയ്യുക, അടുത്തത് 3739 2270 മൈനസ് ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ LCM കണ്ടുപിടിക്കാം. സോ ഇവിടെ നമ്മൾ നോക്കിയാൽ എന്ത് കിട്ടും? 8 3 9 2. അടുത്തതോ 7 0 4 4 9 6 4 1 അല്ലേ? അങ്ങനെ കിട്ടാം. ഇത്രയും വാല്യൂസ് ആണ് നമുക്ക് കിട്ടുക. ഇനി ഇതിൻ്റെ HCF നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ HCF കണ്ടുപിടിക്കാൻ നമുക്ക് എങ്ങനെയാ? സിമ്പിളാണ്. എന്ത് ചെയ്യുക? നമ്മൾ ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് എടുക്കുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 9641 കിട്ടും. അപ്പോൾ ഇതിൻ്റെ പിന്നെന്താ? ഏറ്റവും ചെറിയ ഡിഫറൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ബാക്കി ഇതാ ഇത് രണ്ടും എടുത്തു നോക്കാം നമുക്ക്. അപ്പോഴെന്ത് കിട്ടും? 1469 തന്നെ കിട്ടും. അപ്പോൾ ചെറിയ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് ഇത് തന്നെ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ 3 വാല്യൂവിനെ ഈ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കാം. അങ്ങനെ നോക്കിയാൽ ഫസ്റ്റ് നമ്പറിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്താ? ഇൻറ്റു 2 ആണ് ഈ നമ്പർ. ഈ നമ്പറിനെയും എന്താ? ഈ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എത്രയാണ്? 3 ആണ്. പിന്നെ ഇതും സെയിം ആണ്. അപ്പോൾ ഇവിടെ HCF എന്ന് പറയുന്നത് 1469 ആണ്. ക്ലിയർ? HCF എന്ന് പറയുന്നത് 1469. അതായത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ 3 നമ്പർ നമുക്ക് കിട്ടി, 2 വാല്യൂ എടുക്കുക. ഏറ്റവും ചെറിയ ഡിഫറൻസ് വരുന്നത് എവിടെയാണെന്ന് നോക്കുക. ഇവിടെ നോക്കിയേ, ഇവിടെയാണ് 1469 വരിക. ഇത് നോക്കുമ്പോഴും 1469 ആണ്. പക്ഷെ ഇതിൻ്റെ രണ്ടിനും ഡിഫറൻസ് നോക്കുമ്പോൾ അതിൽ കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ എടുക്കണ്ട. ഏറ്റവും ചെറിയ ഡിഫറൻസ് എടുക്കുക, എന്നിട്ട് ആ ഡിഫറൻസ് കൊണ്ട് ഇപ്പോൾ 1469 കൊണ്ട് ബാക്കി 3 നമ്പറിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും HCF. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഫാക്ടേഴ്സ് എടുക്കുക, എന്നിട്ട് അതിൽ ഏറ്റവും വലിയ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അതായിരിക്കും ഏറ്റവും HCF. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞാണ്. അപ്പോൾ അതൊക്കെ നോക്കുക. അപ്പോൾ ഇവിടെ HCF എന്ന് പറയുന്നത് 1469 ആണ് കിട്ടുക. ക്ലിയർ? അപ്പോൾ ആൻസർ എന്താ? 1469. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇങ്ങനെയാണ് സെയിം റിമൈൻഡർ വരേണ്ട കേസിൽ നമ്മൾ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് എന്താ? LCM ഫൈൻഡ് ചെയ്യണം. എങ്ങനെയാണ്? ഇതിൻ്റെ LCM ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഫ്രാക്ഷൻ്റെ LCM നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? നമ്മൾ പറഞ്ഞാണ് എന്താ? LCM ഓഫ് ഫ്രാക്ഷൻ. എങ്ങനെയാ? LCM ഓഫ് ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ HCF ഓഫ് ഡിനോമിനേറ്റർ. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ എന്താ? ഏതൊക്കെ വാല്യൂ ഉള്ളത്? നമുക്ക് 6 4 3 6 4 3 ഈ നമ്പേഴ്സിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? LCM കണ്ടുപിടിക്കണം. സോ LCM കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞു, ഏറ്റവും വലിയ സംഖ്യ എടുത്ത് മാറ്റി വെക്കുക 6, പിന്നെ ആ നമ്പർ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും, ഇവിടെ ചെയ്യുമ്പോൾ 1 കിട്ടും. സോ 2ഉം 1ഉം അതിൻ്റെ LCM എന്ന് പറയുന്നത് 2 ആണ്. ഇൻറ്റു 2 ചെയ്യുക, 12. LCM എന്ന് പറയുന്നത് 12. ഇനി HCF, ഏതിൻ്റെ HCF? ഡിനോമിനേറ്റർ 25 പിന്നെന്താണ്? 35.
ഇതിൻ്റെയാണ് HCF ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ HCF ഫൈൻഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞു ഡിഫറൻസ് എടുക്കാം. അപ്പോൾ ആദ്യത്തെ ഡിഫറൻസ് എടുക്കുമ്പോൾ 0 വരും. അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. രണ്ടാമത്തെ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് 10 വരും. ഈ 10 കൊണ്ട് ഈ 3 നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം? അപ്പോൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം. 5 × 2. ഇനി ഈ 5 കൊണ്ട് ഈ 3നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 5 കൊണ്ട് 3നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ HCF എന്ന് പറയുന്നത് 5 ആണ്. അതിൽ ഡിനോമിനേറ്ററിൽ എഴുതാം. സോ 12/5 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ? ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് HCF ഉം LCM ഉം കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് LCM ആൻഡ് HCF ഓഫ് 2 numbers ആർ 70 and 7. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. എന്താണ്? LCM × HCF ഈക്വൽ ടു എന്താണ്? ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ. ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കാം. ക്ലിയർ? അപ്പോൾ LCM ഇവിടെ എന്താണ്? 70 ആണ്. ഇൻറ്റു HCF 7 ആണ്. ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ ദാ 1 നമ്പർ എന്ന് പറയുന്നത് 35 ആണ്. ഇൻറ്റു സെക്കൻഡ് നമ്പർ നമുക്കറിയില്ല. അതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സെക്കൻഡ് നമ്പർ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുന്ന് X എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 35, അതായത് 70 × 7 / 35 ചെയ്യാം. നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഇവിടുന്ന് തന്നെ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 2 കിട്ടും. സോ X = 14 ആണെന്ന് കിട്ടും. Xന്റെ വാല്യൂ എന്താണ്? 14 ആണെന്ന് കിട്ടും. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താ? സം ഓഫ് 2 numbers ഈസ് 72. അതായത് 2 നമ്പർ, 2 നമ്പറിന്റെ സം എന്ന് പറയുന്നത് എക്സാമ്പിൾ A + B 2 നമ്പർ, ഇതിന്റെ സം എത്രയാണ്? 72 ആണ്. Their HCF and LCM 2 നമ്പർ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ല എന്താ? LCM × HCF എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ. ക്ലിയർ? ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ LCM എന്താണ്? LCM എന്ന് പറയുന്നത് 102 ആണ്. ഇൻറ്റു HCF എന്ന് പറഞ്ഞാൽ 2 ആണ്. അങ്ങനെ ആണെങ്കിൽ എന്താ? ഫസ്റ്റ് നമ്പർ A നമ്മൾ എടുത്തു, സെക്കൻഡ് നമ്പർ B എന്ന് എടുത്തു. അപ്പോൾ A × B എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 102 × 2 എന്ന് കിട്ടി. ക്ലിയർ? ഇങ്ങനെ കിട്ടിയില്ലേ? ഇനി ഇവിടെ പറയുന്നത് ദ സം ഓഫ് ദ റെസിപ്രോക്കൽ ഓഫ് ദ സെയിം 2 നമ്പർ. ഇതിന്റെ റെസിപ്രോക്കൽ 1/A + 1/B എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. B + A / A × B. അപ്പോൾ B + A നമുക്ക് കിട്ടിയല്ലോ. എന്താ? 72. AB എന്താണ്? 102 × 2. അപ്പോൾ ഇതും ക്യാൻസലായി. എന്ത് കിട്ടും? 36 കിട്ടും. പിന്നെ നമുക്ക് 6 വെച്ച് കട്ട് ചെയ്യാം. 6 വെച്ച് കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇത് 6 കിട്ടും. ഇത് 6 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 17 കിട്ടും. സോ 6/17 ആണ് ആൻസർ കിട്ടുക. ക്ലിയർ? 6/17. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ there are എന്താ 3 consecutive road crossing at. അപ്പോൾ ഇവിടെ നോക്കിയാൽ ആദ്യത്തേത് ട്രാഫിക് ലൈറ്റ് ആണ്. ആദ്യത്തേത് 35 സെക്കൻഡിൽ എന്താ കത്തും. പിന്നെ 42 സെക്കൻഡിൽ, 90 സെക്കൻഡിൽ. സോ ഇഫ് ദ ലൈറ്റ്സ് ആർ സെറ്റ് ഓൺ സൈമൾട്ടേനിയസ്ലി അറ്റ് 8 മണിക്ക് എന്താ ഇവരൊക്കെ ഒരുമിച്ച് ഓൺ ചെയ്തു. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഏത് സമയത്ത് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ ലൈറ്റ് 35 സെക്കൻഡിൽ കത്തും, രണ്ടാമത്തെ ലൈറ്റ് 42 സെക്കൻഡിൽ കത്തും, ഇനി മൂന്നാമത്തെ ലൈറ്റ് എത്രയാ 90 സെക്കൻഡിൽ കത്തും. അപ്പം ആദ്യം 8 മണിക്ക് ഇതൊക്കെ കത്തിച്ചു. പിന്നെ എപ്പോഴായിരിക്കും ഇവർ 3 ഒരുമിച്ച് കത്തുക എന്നാണ് ചോദിക്കുന്നത്. സോ ഇവിടെ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ 3 നമ്പറിന്റെ LCM കണ്ടുപിടിക്കാം. 35, 42, 90. ഇതിന്റെ LCM കണ്ടുപിടിക്കാൻ നമ്മൾ എങ്ങനെ ചെയ്യും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 90 നമ്മൾ ആദ്യം എടുക്കുക. 90 മാറ്റി വെച്ചു. ഇനി ഈ നമ്പറിനെ 90 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇതിനെയും 90 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 35നെ നമ്മൾ 90നെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 കിട്ടും. 40 എത്ര 5 ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 18 കിട്ടും. ക്ലിയർ? അതുപോലെ അപ്പോൾ എന്താ ഇനി കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ന്യൂമറേറ്ററിൽ 7 കിട്ടി. ഇനി ഇതിനെ രണ്ടിനെയും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 കൊണ്ട് ചെയ്താൽ അല്ലെങ്കിൽ എന്ത് ചെയ്യാം? പകുതിയാക്കാം. 21 കിട്ടും, 45 കിട്ടും. ഇനി നമുക്ക്
3 കൊണ്ട് ചെയ്യുമ്പോൾ 7 കിട്ടും, 3 കൊണ്ട് ചെയ്യുമ്പോൾ 15 കിട്ടും. ഇനി കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, പറ്റില്ല. ഇപ്പൊ ന്യൂമറേറ്ററിൽ നമുക്ക് എന്ത് കിട്ടി, രണ്ടും 7 ആണ് കിട്ടിയത്. അപ്പൊ അതിന്റെ LCM എന്തായിരിക്കും, 7 തന്നെയായിരിക്കും. സോ 90 × 7 ചെയ്താൽ മതി, 630 എന്ന് കിട്ടും. LCM എന്ന് പറയുന്നത് 630 ആണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താ, 630 സെക്കൻഡ് കഴിയുമ്പോഴായിരിക്കും ഇവര് വീണ്ടും ഒന്നിച്ച് കൂട്ടിമുട്ടുക, അതായത് ഒരുമിച്ച് കത്തുക. സോ 630 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, 630 സെക്കൻഡ്, ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ്. അപ്പൊ ഇതിനെ മിനിറ്റിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ ഡിവൈഡ് ബൈ 60 ചെയ്താൽ എന്ത് കിട്ടും, എത്രയാ, 10 മിനിറ്റും 30 സെക്കൻഡും ആണെന്ന് കിട്ടും. ക്ലിയർ, 10 മിനിറ്റും 30 സെക്കൻഡും. 600നെ 60 കൊണ്ട് ചെയ്താൽ 10 മിനിറ്റ് കിട്ടും, ബാക്കി 30 സെക്കൻഡ് ബാക്കിയുണ്ട്. സോ 10 മിനിറ്റും 30 സെക്കൻഡും കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇവര് വീണ്ടും ഒരുമിച്ച് കത്തും. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ഇനി എന്താ ഉള്ളത്, ഇനി നമുക്ക് കാലണ്ടറിലെ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് 5th മാർച്ച് എന്ന് പറയുന്നത് 2009 എന്ന് പറയുന്നത് നമുക്ക് തേഴ്സ്ഡേ ആണ്. അങ്ങനെയാണെങ്കിൽ 11th മാർച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്, 2016. സോ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് സിമ്പിൾ ആണ്. അപ്പൊ ആദ്യം നമ്മൾ 11th മാർച്ച് അല്ല, ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം നമ്മൾ 5th മാർച്ച് കണ്ടുപിടിക്കണം. ഓക്കെ, ആദ്യം നമ്മൾ 5th മാർച്ച് കണ്ടുപിടിക്കും. 2016 5th മാർച്ച് തന്നെ കണ്ടുപിടിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, 2016 9 മൈനസ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും, 7 വർഷം എന്ന് കിട്ടും. ഇനി അതിൽ എത്ര ലീപ്പ് ഇയർ ഉണ്ട്, അതിൻ്റെ ഇടയിൽ 2009 കഴിഞ്ഞാൽ 2012 ലീപ്പ് ഇയർ ആണ്, 2016 ലീപ്പ് ഇയർ ആണ്. ഇവിടെ മാർച്ച് ഫെബ്രുവരി കഴിഞ്ഞിട്ടാണ്, അതുകൊണ്ട് 2016 ലീപ്പ് ഇയർ ആണ്. അപ്പൊ നമുക്ക് എത്രയാ, 2 ലീപ്പ് ഇയർ ഉണ്ട്, അത് ഇതിന്റെ കൂടെ കൂട്ടാം. ക്ലിയർ, ഇത് രണ്ടും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, ഡിവൈഡ് ബൈ എത്ര കിട്ടും, ഇത് എത്ര കൂട്ടിയാൽ 9 കിട്ടും, എന്നിട്ട് ഡിവൈഡ് ബൈ 7 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് റിമൈൻഡർ എന്ന് പറയുന്നത് 2 ആണെന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും, ഇത് വ്യാഴാഴ്ചയാണ്, വെള്ളി ശനി സാറ്റർഡേ ആണ്, ഇതെന്ന് കിട്ടും. പക്ഷെ നമുക്ക് വേണ്ട എന്താണ്, 11 ആണ് വേണ്ടത്, 5 അല്ല 11. സോ ഒരു 6 ദിവസം കൂടെ കഴിയണം. ക്ലിയർ, 6 ദിവസം കൂടെ കഴിയണം. അപ്പൊ എന്ത് കിട്ടും, അപ്പോൾ 6 ദിവസം കൂടെ കഴിഞ്ഞാൽ സാറ്റർഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. സോ ഫ്രൈഡേ ആണ് നമുക്ക് ആൻസർ കിട്ടുക. ക്ലിയർ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആദ്യം 11. ഓക്കെ, ആദ്യം ഇത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാം. 2016 9 തമ്മിലുള്ള ഡിഫറൻസ് 7 ആണ്. ഇതിൻ്റെ ഇടയിൽ എത്ര ലീപ്പ് ഇയർ ഉണ്ട്, 2 ലീപ്പ് ഇയർ ഉണ്ട്, അത് നമ്മളിവിടെ ആഡ് ചെയ്തു. ഇനി ചെയ്യേണ്ടത് 5ഉം 11ഉം തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ഇവിടെ നമ്മൾ 5 ആണ് കണ്ടുപിടിക്കുന്നത്, അതും 11ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ, 6 ആണ്. ക്ലിയർ, ഇനി ഇതൊക്കെ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 7 ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, റിമൈൻഡർ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും, 15/7, റിമൈൻഡർ എന്ന് പറയുന്നത് 1 കിട്ടും. സോ ഇവിടെ തേഴ്സ്ഡേ ആണ്, അടുത്തത് ഫ്രൈഡേ ആയിരിക്കും. ക്ലിയർ, അപ്പോൾ ഫ്രൈഡേ ആണ് ആൻസർ കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ വിച്ച് ഡേയ്സ് വെയർ വെനസ്ഡേ ഇൻ മാർച്ച് 2016. അപ്പോൾ മാർച്ച് 2016 വെനസ്ഡേ എന്നാണെന്ന് ചോദിക്കുന്നത്. സോ എന്താ, നമുക്ക് മാർച്ച് 1 ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ റാൻഡമായിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നാൽ, ഏതെങ്കിലും ഒരു ഡേ പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്താ, ഇപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇങ്ങനെയാണ് 4 എത്രയാണ് നമ്മൾ 12 മന്ത് ഉണ്ട്. അപ്പോൾ അതിന് ഞാൻ 3 എണ്ണാക്കി ഇങ്ങനെ എഴുതി. അപ്പോൾ അവിടെ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ 12ന്റെ സ്ക്വയർ എഴുതുക, 144. പിന്നെ 5ന്റെ സ്ക്വയർ എഴുതുക, എത്രയാ, 0, 2, 5. പിന്നെ 6ന്റെ സ്ക്വയർ എഴുതുക, 0, 36. പിന്നെ 12ന്റെ സ്ക്വയർ പ്ലസ് 2 എഴുതുക, അപ്പം 146. ഈ കാര്യം പഠിച്ചു വെക്കുക. ഇതാണ് മന്തിന്റെ കോഡ്. ഇനി ഇത് നോർമൽ ഇയർ ആണ്. ഇനി ലീപ്പ് ഇയർ ആണെങ്കിലോ, ലീപ്പ് ഇയർ ആണെങ്കിൽ ഇതൊന്ന് 1 കുറക്കുക 3, ഇതൊന്ന് 1 കുറക്കുക, ഇതൊന്ന് 1 കുറച്ചാൽ 0, 4 1 പോയാൽ 3. ബാക്കി എല്ലാ ടേമും അതേപോലെ എഴുതുക. ഓക്കെ, ബാക്കി എല്ലാ ടേമും അതുപോലെ തന്നെ എഴുതാം. ക്ലിയർ, അപ്പൊ ഇതാണ് നമ്മുടെ മന്തിന്റെ കോഡ്. ഇനി ഇയറിന്റെ കോഡ് ഉണ്ട്. ഇയറിന്റെ കോഡ് എന്ന് പറഞ്ഞാൽ, അപ്പൊ മന്തിന്റെ കോഡ് ക്ലിയർ ആയില്ലേ. ഇയറിന്റെ കോഡ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്താണ്, 2000 മുതൽ 2016
2099 വരെ ആണെങ്കിൽ 6. ഇനി 2100 മുതൽ 2199 വരെ ആണെങ്കിൽ 4. അടുത്തത് 2200 മുതൽ 2299 വരെ ആണെങ്കിൽ 2. 2300 മുതൽ 2399 വരെ ആണെങ്കിൽ 0. ഇതിങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ട് വരും. അടുത്തത് 2400 മുതൽ 499 വരെ ആണെങ്കിൽ എന്താ 6. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ട് വരും. പുറകിലേക്കും അങ്ങനെ 0 2 അങ്ങനെ ആയിക്കൊണ്ട് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്രയും കോഡാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇത്രയും കോഡ് പഠിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ഏത് ക്വസ്റ്റ്യൻ തന്നാലും ഏത് ഡേ തന്നാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ വേറൊരു കാര്യം അറിയേണ്ടത്, ഒരു ഫോർമുലയും കൂടെ അറിയണം. ഡേ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ലീപ്പ് ഇയർ എന്താ നമ്മുടെ ഡേ ഏതാണെന്ന് എഴുതാം. ആദ്യം നമ്മുടെ ഡേ അതായത് ഡേറ്റ്, ആദ്യം നമ്മൾ ഡേറ്റ് ഏതാണെന്ന് എഴുതാം. ഡേറ്റ് എഴുതുക പ്ലസ് പിന്നെന്താ ലാസ്റ്റ് 2 ഡിജിറ്റ് ഇയറിൻ്റെ 2 ഡിജിറ്റ് എഴുതുക പ്ലസ് ഇയറിൻ്റെ കോഡ് എഴുതുക പ്ലസ് പിന്നെന്താ ലീപ്പ് ഇയർ അതിൻ്റെ കോഡ് എഴുതുക, പിന്നെ മന്തിൻ്റെ കോഡ് എഴുതുക, ഡിവൈഡ് ബൈ 7 ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഡേറ്റ് എന്താണ്? ഡേറ്റ് എന്ന് പറയുന്നത് 1 ആണ്. 1 മാർച്ചല്ലേ, അപ്പോൾ 1 ആണ് ഡേറ്റ്. പ്ലസ് ഇയറിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് 16 പ്ലസ് ഇയറിൻ്റെ കോഡ് എത്രയാണ്? ഇയർ എന്ന് പറഞ്ഞാൽ ഇതിൽ എവിടെയാണ് ഇയർ വരിക? ഇവിടെയല്ലേ ഇയർ വരിക? 2016 എന്ന് പറയുന്നത് ഇവിടെയാണ്. സോ 6 ആണ് ഇയറിൻ്റെ കോഡ്. പ്ലസ് അടുത്തെന്താണ്? ലീപ്പ് ഇയർ. അതായത് ഇവിടെ നമ്മൾ നോക്കിയാൽ ഇയറിൻ്റെ നമ്മൾ ലാസ്റ്റത്തെ 2 വാല്യൂ എടുക്കുക. എത്രയാണ്? 16 ആണ് ഇയറിൻ്റെ ലാസ്റ്റത്തെ 2 വാല്യൂ. ഡിവൈഡ് ബൈ 4 ചെയ്യുക. ഇയറിൻ്റെ ലാസ്റ്റ് 2 എണ്ണം എടുക്കുക, ഡിവൈഡ് ബൈ 4 ചെയ്യുക. അപ്പോൾ കിട്ടുന്ന കോഎഫിഷ്യന്റ് എത്രയാണ്? 4. അതെടുക്കുക. ക്ലിയർ? അത് കഴിഞ്ഞാൽ മന്തിൻ്റെ കോഡ്, മന്ത് എന്താണ്? മാർച്ചിൻ്റെ കോഡ് 4. സോ പ്ലസ് 4 എടുക്കുക, ഡിവൈഡ് ബൈ 7 ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എത്ര വാല്യൂ കിട്ടുക? അതായത് 16 4 20 30 31/7 കിട്ടും. റിമൈൻഡർ എന്ന് പറയുന്നത് 3 ആണ് കിട്ടുക. അപ്പോൾ റിമൈൻഡർ 3 കിട്ടും. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് 1-ാം തീയതി എന്ന് പറയുന്നത് എന്താണ്? 1 ആണെങ്കിൽ സൺഡേ, 2 ആണെങ്കിൽ മൺഡേ, 3 ആണെങ്കിൽ ട്യൂസ്ഡേ. ഓക്കെ, 1 മൺഡേ 2 മൺഡേ 2 സൺഡേ, 1 സൺഡേ 2 മൺഡേ 3 ട്യൂസ്ഡേ. അപ്പം 3 ഇവിടെ 3 കിട്ടി. അപ്പോൾ ഫസ്റ്റ് മാർച്ച് എന്ന് പറയുന്നത് എന്താണ്? ട്യൂസ്ഡേ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടേ? വെനസ്ഡേ ആണ് വേണ്ടത്. വെനസ്ഡേ എന്ന് പറയുന്നത് എന്തായിരിക്കും? വെനസ്ഡേ എന്ന് പറയുന്നത് 3-ാം തീയതി ആയിരിക്കും. വെനസ്ഡേ എന്ന് പറയുന്നത് 3rd ആയിരിക്കും. വെനസ്ഡേ എന്ന് പറയുന്നത് ഇത് ട്യൂസ്ഡേ കിട്ടി. വെനസ്ഡേ എന്ന് പറയുന്നത് 2nd ആയിരിക്കും. സെക്കൻഡ് മാസത്തിന്റെ 2nd ആയിരിക്കും വെനസ്ഡേ എന്ന് പറയുന്നത്. സോ എന്താ? ഫസ്റ്റ് 1-ാം തീയതി എന്ന് പറയുന്നത് ട്യൂസ്ഡേ. അപ്പോൾ വെനസ്ഡേ എന്ന് പറയുന്നത് 2-ാം തീയതി ആയിരിക്കും. 2-ാം തീയതി വെനസ്ഡേ. പിന്നെന്താ? 7 ദിവസം കഴിഞ്ഞാൽ, പിന്നത്തെ 7 ദിവസം കഴിഞ്ഞാൽ അങ്ങനെയുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത സെയിം ആണ്. ഞാനൊരു എക്സാമ്പിൾ കൂടെ തന്നിട്ടുണ്ട്. വാട്ട് ഇസ് ദ ഡേ ഓൺ ദ വീക്ക് ഓഫ് 7 ജാനുവരി? അപ്പോൾ ഇവിടെ 7th ജാനുവരി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഡേ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം നമ്മൾ സെയിം ഡേ എഴുതുക പ്ലസ് ഇയറിൻ്റെ ലാസ്റ്റത്തെ 2 11 എഴുതുക പ്ലസ് എന്ത് വേണം? പിന്നെ നമ്മൾ എന്താ എഴുതണ്ടേ? ഇനി ഇയറിൻ്റെ കോഡ് എത്രയാണ്? 6 ആണ് വരിക. അത് എഴുതുക പ്ലസ് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? നമ്മൾ 11/4 ചെയ്യുക. അപ്പം എന്ത് കിട്ടും? നമുക്ക് 11/4 ചെയ്യുമ്പോൾ 2 കിട്ടും. അത് എഴുതുക പ്ലസ് മന്തിൻ്റെ കോഡ് ജാനുവരി എന്ന് പറയുമ്പോൾ 1 ഡിവൈഡ് ബൈ 7 ചെയ്യുക. ക്ലിയർ? ഡിവൈഡ് ബൈ 7 ചെയ്യുക. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കതാ ഇവിടുന്ന് 7 കട്ട് ചെയ്തു, 6ഉം 7 കട്ട് ചെയ്തു, 13/7 ചെയ്താൽ റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6 ആണ് റിമൈൻഡർ കിട്ടുക. സോ 6 ആണ് റിമൈൻഡർ കിട്ടുക. 1 എന്ന് പറഞ്ഞാൽ സൺഡേ, 2 മൺഡേ, 3 വെനസ്ഡേ, 4 തേഴ്സ്ഡേ, 5 ഫ്രൈഡേ, 1 സൺഡേ,
മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. 6-ാം തീയതി എന്ന് പറയുന്നത് ഫ്രൈഡേ ആണ്. സോ ഫ്രൈഡേ ആണ് നമുക്ക് ആൻസർ കിട്ടുക. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇയേഴ്സ് കലണ്ടർ വിൽ ബി സിമിലർ ടു എത്ര? 2005-ത്തെ സിമിലർ കലണ്ടർ ആണെന്ന് എപ്പോഴാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇയർ ലീപ്പ് ഇയർ ആണെങ്കിൽ നമുക്ക് തരുന്ന ഇയറിൻ്റെ കൂടെ 28 കൂട്ടാം. ഇനി ലീപ്പ് ഇയർ പ്ലസ് 1 ആണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ 6 കൂട്ടാം. ലീപ്പ് ഇയർ പ്ലസ് 2 ആണെങ്കിലോ, 2 ആണെങ്കിൽ 11 കൂട്ടാം. ലീപ്പ് ഇയർ പ്ലസ് 3 ആണെങ്കിലും 11 കൂട്ടാം. അപ്പോൾ നമുക്ക് സെയിം റിപ്പീറ്റ് ചെയ്യുന്ന ഇയർ ഏതാണെന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എന്താണ്? 2005. 2004 ലീപ്പ് ഇയർ ആണ്. അപ്പോൾ 2005 എന്ന് പറയുന്നത് എന്താണ്? ലീപ്പ് ഇയർ പ്ലസ് 1 ആണ്. സോ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? 6 കൂട്ടുക. 2011 ആയിരിക്കും സെയിം കലണ്ടർ വരുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നെക്സ്റ്റ്, അടുത്ത നമ്മൾ ക്ലോക്കിന്റെ കലണ്ടർ ആണ്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ദ സ്മോളർ ഓഫ് ദ, അതായത് ഇവിടെ ആംഗിൾ ആണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്. അതായത് 6:44 ആംഗിൾ നമുക്കറിയാലോ, തീറ്റ ഈക്വൽ ടു എന്താ? 60h മൈനസ് 11m. ക്ലിയർ? ഡിവൈഡ് ബൈ 2. ഇവിടെ 60 × 6 മൈനസ് 11 × 44 ഡിവൈഡ് ബൈ 2. ഓക്കെ, അപ്പോൾ ഇതെന്താ കിട്ടും? 360 മൈനസ് 484 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് -124/2. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? -62 ഡിഗ്രി. സോ 62 ഡിഗ്രി. അപ്പോൾ നിങ്ങൾ ഇവിടെ ചോദിക്കും എന്തുകൊണ്ടാണ് മൈനസ് കിട്ടിയത്? ഈ മൈനസ് കിട്ടാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് അറിയാം 6:44. അപ്പോൾ ഇവിടെ മൈനസ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അവർ ഹാൻഡ് എന്ന് പറയുന്നത് മിനിറ്റ് ഹാൻഡിനേക്കാളും പുറകിലാണ്. ഇവിടെ മിനിറ്റ് അവർ ഹാൻഡ് ഇതാണ്, മിനിറ്റ് ഹാൻഡ് അതിനേക്കാളും മുന്നിലാണ്. അവർ ഹാൻഡ് എന്ന് പറയുന്നത് പുറകിലാണ്. അവർ ഹാൻഡ് പുറകിലാകുമ്പോൾ നമുക്കിവിടെ മൈനസ് കിട്ടും. ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ ആൻസർ എന്ന് പറയുന്നത് 62 ആണ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ 24-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇവിടെ ചോദിക്കുന്നത്? എന്താണ്? വെൻ വിൽ ദ 2 hands ഓഫ് ക്ലോക്സ് ടുഗദർ, ഒരുമിച്ച്. അപ്പോൾ എന്താ? തീറ്റ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഒരുമിച്ചാകുമ്പോൾ തീറ്റ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ നമ്മുടെ തീറ്റൻ്റെ ഇക്വേഷൻ എന്താണ്? 60h മൈനസ് 11m ഡിവൈഡ് ബൈ എന്താണ്? 2. സോ 60 നമ്മൾ 7-നും 8-നും ഇടയിൽ എപ്പോഴാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 7 മണി കഴിഞ്ഞിട്ട് എപ്പോഴാണ്? അപ്പോൾ ഇവിടെ അവറിൻ്റെ സ്ഥാനത്ത് 7 കൊടുക്കാം. മിനിറ്റ് നമുക്കറിയില്ല, ഡിവൈഡ് ബൈ 2 എന്ന് കൊടുക്കാം. ഇത് 0 ആണ്, തീറ്റ 0 ആണ്. സോ ഇതിങ്ങോട്ട് പോകുമ്പോൾ 0 കിട്ടും. പിന്നെ എന്ത് കിട്ടും? 11m ഈക്വൽ ടു 420 എന്ന് കിട്ടും. m ഈക്വൽ ടു 42 420 ഡിവൈഡ് ബൈ 11 കിട്ടും. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? കട്ട് ചെയ്താൽ 3 കിട്ടും, 8 കിട്ടും, ബാക്കി 2/11. സോ 7 മണി കഴിഞ്ഞിട്ട് 38 മിനിറ്റ് ആണ് ടൈം. 38 മിനിറ്റ് 2/11 മിനിറ്റ് ആണ് നമ്മുടെ ടൈം. 7 മണി കഴിഞ്ഞിട്ട് 38 2/11. ഇതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, എ വാച്ച് ലോസ് 5 minutes every hour ആൻഡ് വാസ് സെറ്റ് റൈറ്റ് അറ്റ് 6 AM ഓൺ മൺഡേ. വെൻ വിൽ ഇറ്റ് ഷോസ് ദ കറക്റ്റ് ടൈം അഗൈൻ? അതായത് ഇവിടെ ഒരു വാച്ച് എന്ന് പറയുന്നത് ഒരു അവറിൽ 5 മിനിറ്റ് ബാക്കിലേക്ക് കുറയും. ഒരു അവറിൽ 5 മിനിറ്റ് കുറയും. അങ്ങനെയാണെങ്കിൽ ഒരു ഡേ 24 മണിക്കൂറിൽ എത്ര മിനിറ്റ് കുറയും? 24 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? 120 മിനിറ്റ് ആണ്. 120 മിനിറ്റ് ആണ് ഒരു ദിവസം കുറയുന്നത്. അപ്പോൾ എത്ര? 2 മണിക്കൂർ. 2 അവർ ബാക്കിലായിരിക്കും ഒരു ദിവസം. അങ്ങനെയാണെങ്കിൽ 6 ദിവസം ആണെങ്കിലോ? 6 ദിവസം ആകുമ്പോൾ 6 × 2 12 മണിക്കൂർ ബാക്കിലാവില്ലേ? 12 അവേഴ്സ് ബാക്കിലാവും. ക്ലിയർ? അതായത് 6 ഡേ കഴിയുമ്പോൾ 12 മണിക്കൂർ ബാക്കിലാവും. അതായത് ഇപ്പോൾ 6 മണിയാണെങ്കിൽ 6 ദിവസം കഴിഞ്ഞാൽ എന്താണ്? അതായത് 12 അവർ ബാക്കിലാവും എന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈം ആയില്ലേ? 12 അവർ ബാക്കിലായാൽ കറക്റ്റ് ടൈം ആയില്ലേ? ആയി. അതായത് മൺഡേ നമ്മൾ വാച്ച് ഓൺ ചെയ്തു. അപ്പോൾ 6 ദിവസം കഴിഞ്ഞാൽ സെയിം ടൈം കാണിച്ചു തരും. അപ്പോൾ മൺഡേ പ്ലസ് 6 ഡേയ്സ് കഴിഞ്ഞാൽ, കറക്റ്റ് 6 ഡേയ്സ് കഴിഞ്ഞാൽ എന്താ?
നമുക്ക് സെയിം ഡേ കാണിച്ചു തരും. അപ്പോൾ എന്താണ് സൺഡേ ആയിരിക്കില്ലേ? ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. അപ്പോൾ സൺഡേ ആയിരിക്കും. സൺഡേ 6 മണിക്ക് തന്നെ, കറക്റ്റ് 6 മണിക്ക് തന്നെ ആയിരിക്കും എന്താണ് നമുക്ക് കറക്റ്റ് ടൈം കാണിക്കാം. അപ്പോൾ സൺഡേ 6 മണിക്ക്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് അല്ലേ? അതായത് ഇവിടെ നോക്കിയേ, 12 hours ബാക്കിലാവുന്ന എപ്പോഴാണ്? സൺഡേ 6 മണിക്ക്. സൺഡേ ആകുമ്പോഴാണ്, അതായത് 6 ഡേ കഴിഞ്ഞിട്ട് സെയിം ടൈമിൽ ആണ് നമുക്ക് എന്താണ് 12 മണിക്കൂർ കുറയുന്നത്. സോ സൺഡേ ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ? ഇപ്പോൾ നമ്മൾ 25 ക്വസ്റ്റ്യൻ ചെയ്തു. എങ്ങനെ? നമ്മളെ സിമ്പിൾ അല്ലേ? കാര്യങ്ങളൊക്കെ സിമ്പിൾ അല്ലേ? അപ്പോൾ അടുത്ത ടോപ്പിക്കായി നമുക്ക് അടുത്ത ക്ലാസ് കാണാം.